പ്രത്യേകിച്ച് ഇന്ന് കർത്താവിന്റെ ഉയർപ്പിന്റെ ആഘോഷമാണ്. ഓരോ ഞായറാഴ്ചയും കർത്താവിന്റെ ഉയർപ്പിന്റെ ആഘോഷമാണ്. ആദ്യത്തെ ഞായറാഴ്ച ഉയർപ്പ് ഞായറാഴ്ച മഗ്ദലന മറിയമാണ് ബുദ്ധനായ കർത്താവിനെ ആദ്യം കണ്ടുമുട്ടുന്നത്. അവളിൽ നിന്ന് 7 പിശാചുക്കൾ പുറത്തായിരുന്നു. 7 ദുഷ്ടതകള്, 7 മൂലപാപങ്ങള്, 7 പാപങ്ങളും മൂലപാപങ്ങളും ദുഷ്ടതകളും പിശാചുക്കളും പുറത്തു പോയപ്പോഴാണ് ഈശോയെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചത്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തില്, ഓരോരുത്തരുടെ ജീവിതത്തില് അനേകം നന്മകള്, ദുഷ്ടതകള്, പിശാചുക്കള് നമുക്ക് ഈശോയെ കാണുന്ന തടസ്സമാകുന്നു. ഇന്നത്തെ വായനകളിലൂടെ കാണുന്ന കാര്യം, മോശ കർത്താവിനെ നേരിട്ട് കാണാനായിട്ട് ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് നേരിട്ട് കണ്ടതുകൊണ്ട് ഒരു കാര്യത്തിലും അണുവിട വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളും മോശ ചെയ്യുന്നതായിട്ട് പുറപ്പാടിന്റെ പുസ്തകം 40-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്. കൂടാരം അടിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അണുവിട വ്യത്യാസം വരുത്തുന്നില്ല. ഏഷ്യ നേരിട്ട് കണ്ടതാണ്. ഉസിയ രാജാവ് മരിച്ച വർഷം, ഏഷ്യ 6-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വചനം, ഉസിയ രാജാവ് മരിച്ച വർഷം ഈശോ ദൈവം സിംഹാസനസ്ഥനായിരിക്കുന്നത് ഏഷ്യ കാണുകയാണ്. ഞാൻ പാപിയാണ്, ഞാൻ അശുദ്ധനാണെന്നുള്ള തിരിച്ചറിവ് ഏഷ്യയ്ക്കുണ്ടാവുകയാണ്. കർത്താവിനെ കൃത്യമായിട്ട് അനുസരിക്കുകയാണ് ഏഷ്യ. അതുപോലെ തന്നെ കൊരിന്ത്യസഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നു, അപ്പോൾ മുഖാഭിമുഖം കാണും. മുഖാഭിമുഖം ഈശോയെ കാണാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷത്തില് 16-ാമത്തെ അധ്യായത്തില് പത്രോസിന്റെ വിജ്ഞാപനത്തിന്റെ സമയത്ത് പത്രോസ് കർത്താവിനെ മുഖാഭിമുഖം കാണുകയാണ്. പിതാവായ ദൈവം ഈശോ ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പിതാവ് വെളിപ്പെടുത്തിയാൽ മാത്രമേ ഈശോ ആരാണെന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോഴേ ഈ ഒരു കർത്താവിനെ മുഖാഭിമുഖം കാണാനുള്ള വലിയൊരു ആഗ്രഹം നമുക്കുണ്ടാവട്ടെ. ചരിത്രബദ്ധരിലൂടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം, കൃപ, അഭിഷേകത്തിൽ നമുക്ക് നന്ദി പറയാം. പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യത്തോടെ വരങ്ങള്, ഫലങ്ങള്, ദാനങ്ങൾ നൽകുകയാണ്. ഇഷ്ടമുള്ളവർക്ക് പരിശുദ്ധാത്മാവ് നൽകുകയാണ് തൻ്റെ ശുശ്രൂഷ. ഈ കാലഘട്ടത്തില് പരിശുദ്ധാത്മാവ് സജിത്ബദ്ധരിലൂടെ നിർവഹിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഓർത്തെന്ന് പറയുന്നു. കത്തോലിക്ക സഭയുടെ വലിയ ഒരു ഭാഗമായിട്ട്, ദാസനായിട്ട്, ഈശോയുടെ ദാസനായിട്ട്, സഭയുടെ അംഗമായിട്ട് സജിത്ബദ്ധര് ഉള്ളത് നമുക്കൊരു ബലമാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ചാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്. വലിയ വെളിപാടുകൾ ഉണ്ടാകാനായിട്ട്, വലിയ ഹീലിങ്സ്, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം, വലിയ ഡെലിവറൻസ് ഉണ്ടാകാനായിട്ട് എല്ലാം നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിന്റെ സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ വചനത്തിന് നമ്മൾ കൊടുക്കേണ്ട പ്രാധാന്യം പലപ്പോഴും കൊടുക്കുന്നില്ല. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കുറവ് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് ഈശോയ്ക്ക് തന്നെ മഹത്വം പ്രകടമാക്കാനായിട്ട് സാധിച്ചത്. ഈശോയുടെ അമ്മ സജിത്തിന്റെ ജീവിതം ഉണ്ടാകാനായിട്ട്, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് പറഞ്ഞത്, എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുക്ക വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്നാണ്. ഈ ഒരു വചനവും കൂടുതലായിട്ട് ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുക്ക വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. അതുപോലെ തന്നെ പെന്തക്കോസ്താ തിരുനാളില് ഈശോയുടെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച സ്ലീഹന്മാർക്ക്, ശിഷ്യന്മാർക്കാണ് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നത്. ബെനഡിക്ട് 16-ാമൻ പാപ്പ പറഞ്ഞിട്ടുണ്ട്, there is no church without Holy Spirit, but there is no Pentecost without Virgin Mary. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, അതുപോലെ തന്നെ പ്രത്യേകമായ സാന്നിധ്യത്തിലാണ്, അമ്മയുടെ എളിമയിലാണ്, അമ്മയുടെ ദൈവഭയത്തിലാണ്, അമ്മയുടെ ആ നിശബ്ദതയിലാണ് പെന്തക്കോസ്താ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഈശോ കുരിശിൽ വെച്ചിട്ട് പറഞ്ഞ കാര്യം, ഈശോ ശിഷ്യനോട് പറഞ്ഞ ഏക കാര്യം കുരിശിൽ വെച്ചിട്ട് ഇതാ നിന്റെ അമ്മ എന്നുള്ളതാണ്. അപ്പോൾ ഈശോയുടെ അമ്മയെ സ്വീകരിക്കാനായിട്ട്, യോഹന്നാൻ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാനായിട്ട്, അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്, യോസേപ്പ് പിതാവ് മറിയത്തെ സ്വീകരിക്കാണ്. കാരണം
God the Father through the Holy Spirit prepared the body and soul of Virgin Mary as a fitting dwelling place for your son. പുത്രന്റെ ഫിറ്റിംഗ് ഡ്വെല്ലിംഗ് പ്ലേസ് ആണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് തന്നെ ആ അമ്മയെ സ്വീകരിക്കാനായിട്ട് ഈശോ നമുക്ക് നൽകുന്ന അമ്മയെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ തമ്പുരാന്റെ അമ്മേ, നമുക്ക് സജിത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ വാക്കും ഈശോയുടെ വാക്കാകട്ടെ, ഓരോ വാക്കും പരിശുദ്ധാത്മാവിന്റെ വാക്കാകട്ടെ. അതെല്ലാം ക്രിയേറ്റീവ് ആകട്ടെ, സൃഷ്ടിപരമാകട്ടെ. എല്ലാം കർത്താവിന്റെ ഒറ്റ വാക്കാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. നമ്മൾ സംഗീതത്തിൽ ഒറ്റ വാക്കാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്ന്. ആ വാക്ക് ഈശോയാണ്. ആ ഈശോ സംസാരിക്കാനായിട്ട് ഈശോയുടെ വാക്ക് ജീവദാതാവായ ആത്മാവാണ്. സത്യാത്മാവും ജീവദാതാവുമായ ഏക റുഹാദ് കുദിശ, ആ ആത്മാവിന്റെ റുഹായുടെ വലിയ വെളിപ്പെടുത്തലുണ്ടാകാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മൾ ഏകദേശം 21 കുടുംബങ്ങള് ഇങ്ങനെ ഒന്ന് ചേർന്നിരിക്കുകയാണ്. ഈശോ 12 പേരെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഇന്ന് അതിലും കൂടുതൽ ആളുകൾ ഈ കൂട്ടായ്മയിലുണ്ട്. നമുക്ക് വലിയ ഒരു പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം ഈശോയുടെ ശരീരത്തിൽ ഒന്നാക്കി തീർക്കാനായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് ആശീർവാദം കൃപയും സ്നേഹവും പരിശുദ്ധാവരത്തിന്റെ മാർഗത്തിന്റെ സകല വിശുദ്ധയും അതുതന്നെ മിഖായേൽ ഗബ്രിയേൽ പാൽമാരുടെ സാന്നിധ്യ സഹായവും കവൽ മലഹമാരുടെ സാന്നിധ്യ സഹായം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിചാരിക്കട്ടെ. സംസാരിച്ചോട്ടോ. സാമ്പിക്കൽ പിതാവിനോട് ചേർന്ന് ചില മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കൂട്ടായ്മ ലഭിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു. പിതാവിന്റെ പ്രചോദനവും വലിയ പ്രാർത്ഥനയുമായിരുന്നു ആ സമയങ്ങളിൽ. നല്ല ഈ സമയങ്ങളിലും ഏറെ ബലവും ശക്തിയും ഒരുപാട് നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബാക്കി ഇന്ന് ഈ ലൈവിൽ പങ്കുചേരുന്ന എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ഇന്ററപ്ഷൻ കൂടാതെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നു. പിതാവിന്റെ ആശീർവാദം നമുക്ക് എല്ലാവർക്കും ലഭിച്ചുവല്ലോ. ഇന്ന് ഞാൻ എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യമാണ് എന്റെ ചിന്തയിലേക്ക് സംസാരിക്കുവാനായിട്ട് വന്നത്. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 12-ാമത്തെ അധ്യായമാണ്. 12-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. ഞാനത് ഇങ്ങനെ വായിക്കാം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം ഉള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കൊണ്ടുവന്ന് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായ സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവെക്കാതെ കുരിശ് ക്ഷമയോടെ സഹിച്ചു ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ഇന്ന് വിശേഷിച്ച് നമുക്കറിയാം സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു സമയങ്ങളില് ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം വലിയൊരു പ്രചോദനമായിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണ് പറയുന്നത്: നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം ഉള്ളതിനാലാണ് എന്ന് പറഞ്ഞാണ് ഹെബ്രായ ലേഖനകാരൻ ആരംഭിക്കുന്നത്. ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ഇസ് സറൗണ്ടിങ് us. നമ്മുടെ ചുറ്റിലും സാക്ഷികളുടെ വലിയ സമൂഹം ഉണ്ട് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്ന 12-ാമത്തെ അധ്യായം. നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? പിന്നെ എന്തിനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ചുറ്റിലും സാക്ഷികളുടെ വലിയ സമൂഹം ഉള്ളതിനാൽ എന്ന ആദ്യ പദപ്രയോഗം അവിടെ നടത്തിയെന്ന് ചിന്തിക്കുകയായിരുന്നു. ആ സമയങ്ങളിലാണ് കർത്താവ് പറഞ്ഞത്, അവർ നമുക്ക് മുമ്പിൽ എക്സാമ്പിൾ ആയിട്ട് നിൽക്കുകയാണ്. അവിടെയാണ് വലിയ മഹത്വം നമുക്ക് തിരിച്ചറിയാനും കാണാനുമായിട്ട് കഴിയുന്നത്. വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. അപ്പൊ ഓരോരുത്തർക്കും മുമ്പിൽ ഒരു ഓട്ടപ്പന്തയം വെച്ചിട്ടുണ്ട് എന്നും ആ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമ്മൾ ഓടിത്തീർക്കണമെന്നും ഇവിടെ പറയുകയാണ്. അപ്പൊ ഈ ഉത്സാഹം മടിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഹെബ്രായ വിശ്വാസികൾക്കും സംഭവിച്ചിരുന്നു, നമുക്കിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ.
നമ്മൾ ഒരു പക്ഷേ പറഞ്ഞേക്കാം ഇതൊരു പാൻഡമിക് സീസൺ ആണ്, ഞങ്ങൾക്ക് അവിടെ ഇവിടങ്ങളിൽ കൊറോണയുടെ കേൾവിയുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പലർക്കും അല്ലെ ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഞങ്ങൾക്ക് തന്നെയൊക്കെ പല ഭാരങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതേ വിഷയങ്ങളിലൂടെയൊക്കെ ഹെബ്രായക്കാരൻ കടന്നുപോയിരുന്നു. ഹെബ്രായർ 12:3 ശ്രദ്ധിക്കുക. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചു എന്ന് ചിന്തിച്ചുകൊള്ളുവീൻ. യേശു തന്നെ എതിർത്ത അവരിൽ നിന്ന് എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചു എന്ന് ചിന്തിച്ചുകൊള്ളുവീൻ. പാപത്തിനെതിരായുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇന്നുവരെയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. എന്നിട്ട് താഴേക്ക് പറയുമ്പോൾ കുറച്ചുകൂടെ ഇത് വിശദീകരിച്ച് പറയുകയാണ്. 12-ാമത്തെ വാക്യം, ഹെബ്രായർ 12:12 ഞാൻ വായിക്കുന്നത്. അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുകയും. അപ്പം ഹെബ്രായ വിശ്വാസികളുടെ പലരുടെയും കാൽമുട്ടുകൾ തളർന്നു, കൈകൾ ബലമില്ല, തളർന്ന കൈകളും ബലമില്ലാത്ത കാൽമുട്ടുകളുമായി മാറി. അവർ കടന്നുപോയ ജീവിത യാഥാർത്ഥ്യങ്ങൾ അല്പം കൈപ്പേറിയവയായിരുന്നു. വലിയ ബുദ്ധിമുട്ടുകളിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നു. അപ്രതീക്ഷിതമായ പല കൊടുങ്കാറ്റുകളും അവരുടെ പടകിന് നേരെ ആഞ്ഞടിച്ചു. പലതരത്തിലും തളർന്നു പോകുന്ന തരത്തിലുള്ള വിഷയങ്ങളിലൂടെ അവർ കടന്നുപോയി. ആ സമയത്ത് എങ്ങനെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു? 5 പ്രധാന ചിന്തയായിരുന്നു എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ എബ്രായ ലേഖനകാരൻ പറയുന്നത്. നമുക്ക് ഇന്ന് എത്രത്തോളം ഡിസ്കസ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം പറയാം. അപ്പം ഇവിടെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. അവിടെ ആരുടെയെങ്കിലും കൈ തളർന്നു പോയി എന്നുള്ള അർത്ഥത്തിലല്ല. അവർ പലരും ഈ ഘട്ടത്തിൽ തളർന്നുപോയി. അവരുടെ കാൽമുട്ടുകൾ പലതും കുഴഞ്ഞുപോയി, ശക്തിയില്ലാതായി പോയി. മുടന്തായി പാദങ്ങൾ, 13-ാമത്തെ വാക്യം നോക്കൂ. മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇറങ്ങിപ്പോകാതെ സുഖപ്പെടുത്താൻ തക്കവണ്ണം അവയ്ക്ക് നേർവഴി ഒരുക്കുകയും. അവരുടെ പാദങ്ങൾക്ക് മുടന്തു വന്നു, അവരുടെ കാലുകൾക്ക് ശക്തിയില്ലാതായി, അവരുടെ കൈകൾ തളർന്നു. കാരണം ജീവിതത്തിൽ അവർ കടന്നുപോയ ചില വൈഷമ്യങ്ങളായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി അപ്പോസ്തലൻ നൽകുന്ന പ്രബോധനമാണ് എബ്രായ ലേഖനം 12-ാം അധ്യായത്തില് പിതൃശിക്ഷണം എന്ന് പറഞ്ഞ്, ബാലശിക്ഷ എന്ന് പറഞ്ഞ്, ചാസ്റ്റൈസ്മെന്റ് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഈ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് ആദ്യ ചിന്ത. അപ്പം ഈ സെയിം ട്രയലിലൂടെ, സെയിം കണ്ടീഷനിലൂടെ കടന്നുപോയവര് എങ്ങനെ വിജയിച്ചു എന്ന് നമ്മളോട് പറഞ്ഞിട്ട് പറയുകയാണ്, that same strategy you can apply. നമുക്കും അതേ തന്ത്രം തന്നെ ഉപയോഗിച്ച് വിജയിക്കുവാൻ കഴിയും. അവരെങ്ങനെയാണ് വിജയിച്ചത്? അപ്പൊ ആദ്യ പ്രധാന ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നതാണ് ഹെബ്രായർ 12:1 നമ്മൾ കാണുന്നത്. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം ഉള്ളതിനാൽ. അപ്പൊ ആദ്യത്തെ ബോധ്യം പരിശുദ്ധാത്മ അവർക്ക് കൊടുത്തത്, യു ആർ ഇൻ എ ഫെലോഷിപ്പ്, യു ആർ ഇൻ എ കൊയിനോനിയ. നിങ്ങൾ ഒരു കൂട്ടായ്മയിലാണുള്ളത്. നിങ്ങൾ ഒറ്റത്തടിയല്ല, നിങ്ങൾ ഒറ്റ വ്യക്തിയല്ല, നിങ്ങൾ ഒരു കൂട്ടായ്മയിലാണ്, നിങ്ങൾ ഒരു സമൂഹത്തിലാണുള്ളത്. ഇവിടെ ഈ വലിയ സമൂഹം എന്ന് പറയുന്നത് സഭയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ അതിനെ നോക്കുമ്പം സമരസഭയും സഹനസഭയും വിജയസഭയുമാകുന്ന വലിയ സമൂഹമാണ് ഇവിടെ പറയുന്ന ഈ സമൂഹം. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഓടി വിജയിച്ച, ദൈവത്തെ പ്രീതിപ്പെടുത്തിയ വിശുദ്ധരായ സകലരുമാണ് ഈ പറയുന്ന സമൂഹം. അവര് സാക്ഷികളുടെ എത്ര വലിയ സമൂഹം ഉള്ളതിനാൽ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹം ഉള്ളതിനാൽ അപ്പൊ അതൊരു വലിയ ബോൾഡ്നെസ് ആണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഐ എം ഇൻ എ ഫെല്ലോ, ഞാനൊരു കൂട്ടായ്മയിലാണ്, ഞാനൊരു സഭയിലാണ്. ആ സഭ കർത്താവിന്റെ ശരീരമാണ്, കർത്താവ് ആ സഭയുടെ തലയാണ്. അപ്പൊ അവിടെ തന്നെ പിക്ചർ മാറുകയാണ്. ഏറ്റവും കൂടുതൽ പേടി തോന്നുന്നത് നമ്മൾ ഒറ്റയ്ക്കാന്ന് തോന്നുമ്പോഴാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ധൈര്യം വരുന്നത് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോഴാണ്. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. ത്രിയേക ദൈവം നമ്മോട് കൂടെയുണ്ട്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം നമ്മിൽ വസിക്കുകയാണ്. അതെല്ലാം ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ തന്നെ നമ്മളോട് പറയുക, വെൻ യു ആർ ഇൻ ദ ചേർച്ച് യു ആർ ഇൻ എ ഫെലോഷിപ്പ്. ശരീരമാകുന്ന സഭയിലായിരിക്കുമ്പം നമ്മളുടെ സാക്ഷികളുടെ ക്ലൗഡ് ഓഫ് വിറ്റ്നസസിന്റെ കൂടെയാണുള്ളത്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അഭിവന്ദ്യ പിതാവിനൊക്കെ അറിയാം എനിക്ക് മിസ് ചെയ്തിരുന്ന ഒരു വലിയ ഫാക്ടർ. ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഞാനൊരു മിനിസ്ട്രി നടത്തുന്നു, ഞാൻ അതുമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന ചിന്തയിൽ നിന്നായിരുന്നു. എന്നാൽ കത്തോലിക്ക സഭയുടെ പഠനങ്ങളിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഓരോ ദിവ്യബലി അർപ്പിക്കുമ്പോഴും
അവിടെ സഭ ഒന്നാകെ ചേരുകയാണ്. സഭ എന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമാകുന്ന സമര സഹന വിജയ സഭയുടെ മഹാസമ്മേളനമാണ് ഓരോ ബലിയർപ്പണത്തിലും സംഭവിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത് സ്ക്രിപ്ചറുകളായിരുന്നു. ഏത് സ്ക്രിപ്ചറിൽ നിന്നാണ് ഇങ്ങനെ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ഇസ് സറൗണ്ടിങ് അസ് എന്നൊക്കെ പറയാൻ കഴിയുന്നത്? ഇതിവിടെ എനിക്ക് ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് അതിന് ഉത്തരം ലഭിക്കുകയാണ്. നമുക്ക് ചുറ്റും they are encouraging us, they are in fellowship with us. അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ചിന്ത. അവർ നമ്മുടെ കൂടെ കൂട്ടായ്മയിലാണ്, അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഗാലറിയിൽ ഇരുന്ന് എന്നുള്ള പദമൊന്നും അല്ല അവിടെ. അതിനൊക്കെ അപ്പുറത്ത് അവർ നമ്മോടൊപ്പം ഇന്റർസൈഡ് ചെയ്ത് നമ്മളോടൊപ്പം പ്രാർത്ഥിച്ച് നമ്മളോടൊപ്പം ദൈവത്തെ സ്തുതിച്ച്. അപ്പൊ ആ ഒരു പിക്ചർ കിട്ടിയപ്പം എൻ്റെ ഒരുപാട് ഭയങ്ങൾ വ്യക്തിപരമായി എന്നിൽ നിന്ന് ഒഴിഞ്ഞുപോയി. ആരെല്ലാം എനിക്കെതിരായാലും സഭയിൽ നിൽക്കുമ്പോൾ അവിടെയാണ് ആ സഭയുടെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുന്നത്. സഭ എന്ന് പറയുമ്പം 2000 വർഷം ദൈവത്തെ പ്രീതിപ്പെടുത്തിയ സകല വിശുദ്ധരുടെയും സകല നന്മകളാലും മുടിചൂടി നിൽക്കുന്ന ആ സഭ. അപ്പൊ ആ സഭയുടെ ഭയങ്കരമായ ആ ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് ആ ഒരു വലിയ പിക്ചർ നമുക്ക് കിട്ടുന്നത്. ഞാൻ ഒറ്റത്തടിയല്ല, ഞാൻ ഒറ്റയ്ക്കൊരു ജീവിതം നയിക്കുകയല്ല, ഞാനിങ്ങനെയൊക്കെ പോകുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തീരും, അതല്ല. സഭയിലാകുമ്പോ നമുക്ക് ചുറ്റിലും ഒരു വലിയ സമൂഹം നമ്മുടെ ചുറ്റിലുമുണ്ട്. ദേ ആർ എൻകറേജിങ് അസ്, ദേ ആർ പ്രേയിങ് ഫോർ അസ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് അഭിമന്യ പിതാവ് പറഞ്ഞതുപോലെ പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥം. നമുക്കറിയാം, വിശുദ്ധർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധരുടെ പ്രാർത്ഥനയേക്കാൾ ശക്തിയുള്ളതാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥവും. പരിശുദ്ധ ദൈവമാതാവ് നമുക്ക് വേണ്ടി പുത്രനോട് നിരന്തരമായി നടത്തുന്ന അപേക്ഷയും. അപ്പൊ അതും നമുക്കുണ്ട്. ആ സമൂഹം എന്ന് പറയുമ്പോൾ അതിനകത്ത് ദ എൻറ്റയർ ബോഡി, പൗലോസ്ലീഹ, പത്രോസ്ലീഹ, ചിന്തിച്ചു നോക്കി എത്ര വലുതാണെന്ന്. രക്തസാക്ഷികൾ, വിശുദ്ധര്, സഭയുടെ വിശുദ്ധര്, രക്തസാക്ഷികളുടെ വലിയ സമൂഹം. അപ്പൊ ആ റിലേ ഓടുമ്പം ആ ഒരു ബാറ്റൻ കൈമാറി കിട്ടി, അടുത്ത ആളത് വാങ്ങി ആ ആളതുമായിട്ട് മുമ്പോട്ട് പോകുന്ന പോലെ ഈ തലമുറയിൽ നമുക്ക് ഈ സത്യവിശ്വാസത്തെ പുൽകുവാൻ, സ്വീകരിക്കാൻ, വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അവിടുത്തെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാകുവാൻ. വെൻ യു ആർ ഇൻ ദ ചർച്ച്, യു ആർ ദ പാർട്ടൈക്കർ ഓഫ് ദിസ് കൊയിനോനിയ, അല്ലെങ്കിൽ ഈ ഫെലോഷിപ്പിന്റെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ മാറുകയാണ്. ആ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ രക്തസാക്ഷികളുടെ ആ വലിയ സമൂഹം, അതിന്റെ ആ ഒരു ആഘോഷമാണ് നമ്മൾ ഈ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഇന്നും ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ മുതലേ അതിന്റെ പ്രിപ്പറേഷനിലായിരുന്നു സഭ. ഈ ഒരു ഒക്ടോബർ മാസം തന്നെ നമുക്കറിയാം ജപമാലയുടെ പ്രാർത്ഥനയിലൂടെയൊക്കെ നമ്മൾ ഒരുങ്ങി ഈ ഹോൾ സെയിൻസിന്റെ വലിയ പ്രാർത്ഥനകളിലേക്ക് നമ്മൾ ചേരുമ്പോൾ ആ ഹോൾ സെയിൻസ് ഈസ് വിത്ത് അസ്, ആ സകല വിശുദ്ധരും. അപ്പൊ ഇത് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഈ ഹോൾ സെയിൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചെറിയൊരു പിക്ചർ തൊട്ടുപുറയിലത്തെ അധ്യായമുണ്ട്, ചാപ്റ്റർ 11, ഹീബ്രൂസ് ചാപ്റ്റർ 11. അവിടെ ഇതിന്റെ ഒരു വലിയ വിശദീകരണമാണ് നടത്തുന്നത്. ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുപാട് പേരുടെ വിശദീകരണമാണ്. ആബേലിന്റെ കാര്യം പറയുന്നു വേഴ്സ് 4. നിങ്ങൾ വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് താഴേക്ക് ആ വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാല് അബ്രഹാമിന്റെ കാര്യം പറയുന്നു, നോഹയുടെ കാര്യം പറയുന്നു, ജോഷുവയുടെ കാര്യം പറയുന്നു, യാക്കോബിന്റെ കാര്യം പറയുന്നു. 9-ാമത്തെ വാക്യം നമ്മൾ യാക്കോബിനെ കാണുന്നു. പിന്നീട് നമ്മൾ താഴേക്ക് വരുമ്പോൾ വിശുദ്ധരായ അനേക മോശയെ കാണുന്നു, ഇസഹാക്കിനെ കാണുന്നു, യാക്കോബിനെ കാണുന്നു, എലയാസറിനെ കാണുന്നു, ജോസഫിനെ നമ്മൾ 21-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ജോസഫിന് ശേഷവും നമ്മൾ അനേകരെ കാണുകയാണ്. മോശ വരികയാണ് 24-ാമത്തെ വാക്യത്തില്. ഈജിപ്തിലെ കഷ്ടത്തിനേക്കാൾ ഉപരിയായിട്ട്, ഈജിപ്തിലെ സന്തോഷങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവജനത്തോടു കൂടെയുള്ള വലിയ സങ്കടം എടുത്ത ജോഷുവായി, വേശ്യയായ റാഹാബിനെ നമ്മൾ കാണുന്നു 31-ാമത്തെ വാക്യത്തില്. പിന്നീട് അങ്ങോട്ട് ദാവീദ്, ഗിദയോൻ, ബാറാക്ക്, സാംസൺ, ജിപ്ത, സാമുവേല്, വേഴ്സ് 32 ആണ് 32-ാമത്തെ വാക്യത്തില്. ഇവരൊക്കെ പറഞ്ഞിട്ട് പറയാണ് ദേ ആർ ദ വിറ്റ്നസസ്. അവരെന്നാ ചെയ്തു? വിശ്വാസത്താൽ അവർ. 33-ാമത്തെ വാക്യം നോക്കൂ, ഹെബ്രായർ 11:33. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങളെ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായ്കൾ പൂട്ടി. കണ്ടോ, അഗ്നിയുടെ ശക്തി അവർ കെടുത്തി,
വാളിന്റെ വായ്ത്തലയ്ക്കുന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ ശക്തി ആർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സേനകളെ കീഴ്പ്പെടുത്തി. 35-ാമത് വാക്യം നോക്ക്. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനർജന്മത്തിലൂടെ തിരിച്ചു കിട്ടി. ചിലർ സഹനം സ്വീകരിച്ചു, ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ഞാൻ എപ്പോഴും ഈ വാക്യം ശ്രദ്ധിക്കും. ദൈവം അവരെ രക്ഷിക്കാന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അവർ പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടാക്കിയില്ല. കാരണം അവർക്ക് മനസ്സിലായി ഇത് വലിയൊരു ഫെലോഷിപ്പാണ്, പുറകിലുള്ള രക്തസാക്ഷികളുടെ ഒപ്പം ചേരേണ്ടവരാണ് നാം. അവർ പീഡയിൽ നിന്ന് രക്ഷിക്കാന്ന് ദൈവം പറഞ്ഞപ്പോ അവർ രക്ഷപ്പെടാൻ കൂട്ടാക്കിയില്ല. അങ്ങനെയാ, ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ചിലർ പരിഹാസം, ചമ്മട്ടി, ബന്ധനം, കാരാഗ്രഹവാസവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലരെ രണ്ടായി വെട്ടി മുറിക്കപ്പെട്ടു. ചിലർ വാലിന്റെ വായ്ത്തലയ്ക്കുന്ന് വാളുകൊണ്ട് വധിക്കപ്പെട്ടു. ചിലർ ചെമ്മരിയാടുകളുടെയും കോരാളുകളുടെയും തോൾ ധരിച്ചു. നിസ്സഹായരായും വേദനപ്പെട്ടവരായും പീഡിക്കപ്പെട്ടവരായും അവർ അലഞ്ഞു നടന്നു. സ്വന്തമാക്കാനുള്ള യോഗ്യത, അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. ഓ മൈ ഗാഡ്, അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. ഒരു പ്രാവശ്യം ഞാനത് വായിക്കുക, കാരണം അത് വിശദീകരിക്കേണ്ട ഒന്നും ആവശ്യമില്ല. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. വേൾഡ് വാസ് നോട്ട് വർത്തി ഇനഫ് ടു റിസീവ് ദം. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. ഓ മൈ ഗാഡ്. വിശുദ്ധ ബൈബിളില് എനിക്ക് തോന്നുന്നു നല്ല ഈ 12:1 നല്ല എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും അല്ലെ? ഞാൻ ഇപ്പൊ എന്റെ ഇരിക്കുന്ന POC ബൈബിളാണ്. ആണോ? ഓക്കെ. ഞാനത് പിതാവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിശുദ്ധ ബൈബിളാണ് ഈ റെഫറൻസിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പുതു നിയമം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പഴേ അതെ എടുത്തോട്ട് വരണോ? അല്ല, വേണ്ട. ഞാനിപ്പോ പിതാവ് റീഡ് ചെയ്യുന്ന പോലെ തോന്നി. അപ്പൊ എനിക്ക് തോന്നി വിശുദ്ധ ബൈബിൾ ഉണ്ടോ എന്ന് തോന്നി. അപ്പൊ ഈ ഒരു വലിയ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് അവര് കടന്നുപോയതൊക്കെ ഒന്ന് വായിച്ചു നോക്കി. അന്നേരം നമ്മൾ പറയുന്നത്, കർത്താവ് യൂറോപ്പിൽ കൊറോണയാണ്, വീണ്ടും ലോക്ക്ഡൌൺ ആകാൻ പോവാണ്. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലരെ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു. എനിക്ക് ഈ ഹെബ്രായർ 11-ന്റെ അകത്ത് ഇഷ്ടപ്പെട്ട 2 വാക്യങ്ങളാണ്. അതിൽ 1-ാമത്തെ വാക്യം 35-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗമാണ്. അതിങ്ങനെയായിരുന്നു: മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. രക്ഷിക്കാൻ ദൈവം തയ്യാറായിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് രക്ഷപ്പെടണ്ടെന്ന്. രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. അതുപോലെ തന്നെ 11-ാം അധ്യായത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്: അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. 38-ാമത്തെ വാക്യം. അപ്പൊ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് വിറ്റ്നസസിന്റെ കാര്യം പറഞ്ഞിട്ടാണ് 12-ാം അധ്യായത്തിൽ എബ്രായ ലേഖനകാരൻ വന്നിട്ട് പറയുന്നത് നമ്മുടെ ചുറ്റിലും സാക്ഷികളുടെ വലിയ സമൂഹമാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു വലിയ ഗ്രൂപ്പ് നമ്മുടെ പുറകെ നിൽക്കുക, അവർ നമുക്കൊപ്പം പ്രാർത്ഥിക്കുക, അവര് നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുക, അവര് നമുക്കൊപ്പം പ്രാർത്ഥിക്കുക. ഈ ഹോൾ സെയിൻസ് ഡേയില്, വെൻ ചർച്ച് ഇസ് സെലിബ്രേറ്റിംഗ് ദ ഹോൾ സെയിൻസ് ഡേ, we are getting into the real presence of the martyrs, സഭാപിതാക്കന്മാരുടെ. എനിക്കിത് വളരെ കൗതുകമായ ഒരു കാര്യമായിട്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ ഇതിനെ കണ്ടിരുന്നത്. കാരണം സഭയുടെ വിശുദ്ധരുടെ ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തര്, ഇപ്പം ഫ്രാൻസിസ് അസീസിയുടെയും ഒക്കെ കാര്യം ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, പൗലോസ് സ്ലീഹയും പത്രോസ് സ്ലീഹയും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ. അതിനുശേഷം ബൈബിളിൽ നമ്മൾ അങ്ങനെയുള്ള ചർച്ച് ഫാദേഴ്സിനെ ഒന്നും കാണുന്നില്ല. പിന്നെ 1500 വർഷത്തിന് ശേഷം ഞാനൊക്കെ സെമിനാരി പഠിക്കുമ്പം ഹൈലൈറ്റ് ചെയ്ത് വിശ്വസിച്ചുകൊണ്ടിരുന്നതും പറഞ്ഞുകൊണ്ടിരുന്നതും മാർട്ടിൻ ലൂതർ, ജോൺ വൈക്ലിഫ്, പിന്നെ ഇങ്ങോട്ട് ചാൾസ് സ്പർജൻ, ഇപ്പൊ നമ്മുടെ തലമുറയിലാകുമ്പം ബില്ലി ഗ്രഹാം, റെയ്നാഡ് ബോങ്കെ, ഇങ്ങനെയുള്ള കുറച്ചു പേരായിരുന്നു. പക്ഷെ 1500 വർഷം ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ആ വിശുദ്ധരുടെ ചരിത്രങ്ങളിലൂടെ കടന്നു പോയപ്പോ എന്റെ സഹോദരങ്ങളെ, അക്ഷരാർത്ഥത്തിൽ എനിക്ക് അഭിമാനം തോന്നി. എത്ര നേരത്തെ ഈ ഒരു വിശ്വാസത്തെ പുൽകേണ്ടി ആയിരുന്നു. ഇപ്പൊ ഞാൻ ഈ നവംബർ മാസം ആവുമ്പം 1 വർഷം തികയാണ് പരിശുദ്ധ സഭയിലേക്ക് ഒഫീഷ്യലി വന്നിട്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാനിതിന്റെ ഭാഗമാണ് മനസ്സുകൊണ്ട്. എങ്കിൽ കൂടെ സഭയിലേക്ക് ഒഫീഷ്യലി വന്നിട്ട് 1 വർഷം ആകുകയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ്. കാരണം ദൈവത്തെ പ്രീതിപ്പെടുത്തിയ എത്രയോ രക്തസാക്ഷികളുടെ, വിശുദ്ധരുടെ
ആ ഒരു റിച്ചസിലാണ് നമ്മൾ നിൽക്കുന്നത്. അവരുടെ എല്ലാം ആ ദൈവത്തെ പ്രീതിപ്പെടുത്തി അവരുടെ ആ ഒരു മഹത്വത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവര് നമ്മളോട് ഇന്ന് കൂട്ടായ്മയുടെ വലങ്കരം കോർക്കുന്നു. അവര് നമ്മളോട് പറയുന്നു, നമ്മൾക്കൊപ്പം അവർ പ്രാർത്ഥിക്കുന്നു. സെയിൻസ് ആർ പ്രേയിങ് വിത്ത് us, പ്രേയിങ് ഫോർ us ആൻഡ് പ്രേയിങ് വിത്ത് us എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ്സ് ദ എനർജി. അപ്പൊ എന്നിട്ട് പറയുക എബ്രായ ലേഖനക്കാരോട് പറയുന്നത്, ഇന്നലത്തെ സംഭവ വികാസത്തിൽ ഉണ്ടായവരല്ല നിങ്ങൾ, പിന്നെയോ നിങ്ങൾക്കൊരു വലിയ റൂട്ടുണ്ട്. ആ റൂട്ടാണ് ഇവിടെ പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ കുഴഞ്ഞ മുഴങ്കാലൊക്കെ ഉറപ്പിക്ക്, അത് തളർന്ന കൈകളെ, ബലമില്ലാത്ത കാൽമുട്ടുകളെ ശക്തിപ്പെടുത്തുവിൻ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും പ്രസന്റ് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ തളർന്നും ക്ഷീണിച്ചും വിഷമിച്ചും ഇതെന്താകും, ലോകത്തിന്റെ അവസ്ഥ എന്താകുമെന്നും, അല്ലെങ്കിൽ വ്യക്തിപരമായി ജോലി നഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ മക്കളെ കുറിച്ചോ, ഇന്ന് അനുഭവിക്കുന്ന രോഗാവസ്ഥയെക്കുറിച്ചോ, കടന്നു പോകുന്ന സഹനത്തെക്കുറിച്ചോ ഒക്കെ വല്ലാതെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നെങ്കിൽ ഹെബ്രായർ 12:12 ഉറക്കെ വായിക്കുക. പരിശുദ്ധാത്മാവിന്റെ ബലത്തെ സ്വീകരിക്കുക. ആയതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുകയും. ആദ്യം എബ്രായ ലേഖനകാരൻ പരിചയപ്പെടുത്തുന്നത് ക്ലൗഡ് ഓഫ് വിറ്റ്നസസിനെ ആണെങ്കിൽ, രണ്ടാമത് ദ റിയൽ ഹീറോ ഈസ് കമ്മിങ് അപ്പ്. നമ്മുടെ റിയൽ ഹീറോയെ കൊണ്ടുവരികയാണ്. നമ്മുടെ ജ്യേഷ്ഠ സഹോദരൻ എന്ന എബ്രായ ലേഖനകാരൻ വിളിച്ച നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആ റിയൽ ഹീറോയെ കൊണ്ടുവരികയാണ്. ആ 4 ചിന്തകളിൽ ഒന്നാമത്തേത്, എന്തുകൊണ്ട് വി ഹാവ് ടു സ്റ്റാൻഡ് ബോൾഡ്, സ്റ്റാൻഡ് ഫേം എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ ദ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ഈസ് സറൗണ്ടിങ് us. അതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമതാണ് യേശുവിനെ കൊണ്ടുവരികയാണ്. ഹി ഈസ് ദ, രണ്ടാമത്തെ വാക്ക് നോക്ക്, ഹെബ്രായർ 12:2, നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർത്തീകരിക്കുന്നവനുമായ, ഓ മൈ ഗാഡ്, ഹി ഈസ് ദ ഓഥർ ആൻഡ് ഹി ഈസ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർത്തീകരിക്കുന്നവനുമായ. ഓഥർ മാത്രമല്ല, ഓഥർ ആകാൻ ചിലപ്പോൾ പലർക്കും കഴിഞ്ഞേക്കാം, പക്ഷെ ഫിനിഷറും കൂടെ ആകാനും ഓഥറും കൂടെ ആയക്ക് കഴിയുന്നുവെങ്കിൽ അത് കർത്താവിന് മാത്രമാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ തുടക്കവും യേശുവാണ്, ഒടുക്കവും യേശുവാണ്. എന്നിട്ട് പറയാം, വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർത്തിയാക്കുന്നവനുമായ യേശുവിനെ മുമ്പിൽ കൊണ്ടുവരണം. ഓ മൈ ഗാഡ്, മുമ്പിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. വിശ്വാസത്തിന്റെ നായകനും വിശ്വാസം പൂർത്തി വരുന്നവനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണമെന്നാണ് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിലുള്ളതെങ്കിൽ, ബിയോസ് ബൈബിൾ വായിക്കുമ്പോൾ അതിങ്ങനെയാ വായിക്കുന്നത്, യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. കർത്താവിനെ മുന്നേ കണ്ടുകൊണ്ട് വേണം ഓടാൻ. അപ്പൊ സൈഡിൽ ആരാ? സൈഡിൽ ഇടത്തും വലത്തും പുറകിലും ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ആണ്. Then who is in front of us? Christ Jesus, the resurrected Christ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മുന്നേ. ഹല്ലേലൂയ. ചുറ്റിലും പുറകിലും സൈഡിലും എല്ലാം ക്ലൗഡ് ഓഫ് വിറ്റ്നസസ്. അവര് നമ്മളോട് പറയാ, ഓട്, ഞങ്ങൾ ഓടി വിജയിച്ചു, നിനക്കും വിജയിക്കാൻ പറ്റും, നിന്നെ തളർത്താൻ, നിന്നെ സ്വീകരിക്കാനുള്ള യോഗ്യത ലോകത്തിനില്ല. ഓ മൈ ഗാഡ്, ഹല്ലേലൂയ. നിന്നെ സ്വീകരിക്കാനുള്ള യോഗ്യത ലോകത്തിനില്ല. ഓട്, മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്ക്. അപ്പൊ ആ സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാൻ വേണ്ടി അപ്പോസ്തലൻ നമുക്ക് തരുന്ന ഗൈഡൻസുകളാണ്. ആ ഗൈഡൻസിൽ ഒരു എക്സാമ്പിളിനെ കൊണ്ടുവരികയാണ്. ആ എക്സാമ്പിൾ ഇവിടെ സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കണം. അതിലാണ് ഏറ്റവും പ്രധാനം. ഓടിയവർ ഓടിത്തീർക്കും, പക്ഷെ സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കണം. അതിലാ കാര്യം. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അതേ ഉത്സാഹത്തിൽ തന്നെ ഓടിത്തീർക്കണം. ഉത്സാഹം സ്ഥിരമായിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. അത് ആണ് ഇവിടെ പറയുന്നത്. സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ, പൂർണ്ണതയിൽ എത്തിക്കുന്നത് കർത്താവാണ്, പക്ഷെ ഓടുന്നത് നമ്മളാണ്. ഓടുന്നത് നമ്മളാണ്, പക്ഷെ ഓടിക്കുന്നത് കർത്താവാണ്, പൂർണ്ണതയിൽ എത്തിക്കുന്നതും കർത്താവാണ്. ഇവിടെയാണ് ആ രക്ഷയുടെ ബഹുമുഖം നമുക്ക് വ്യക്തമാകുന്നത്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. രക്ഷയോട് ചേർന്ന് സഹകരിക്കാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്ന ആ കാറ്റഗിസത്തിലെ ആ പ്രബോധനത്തിന്റെ അർത്ഥം പൂർണ്ണമാകുന്ന ഈ ഒരു വാക്യത്തിലൂടെയാണ് ഞാൻ അതിനെ വീക്ഷിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിനുമായി യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. എത്തിക്കുന്നത് കർത്താവാണ്, എത്താൻ ബലം തരുന്നത് കർത്താവാണ്, പക്ഷെ ഓടുന്നത് നമ്മളാണ്. അവൻ തനിക്ക് എന്നിട്ട് പറയാ, എന്ത് ചെയ്തു യേശു? അവിടുന്ന് എന്ത് ചെയ്തു? ഈശോ തനിക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച്, അവമാനം വകവെക്കാതെ
അപ്പൊ 3 ബിഫോർ ദ ക്രോസ്, ഇൻ ടു ദ ക്രോസ് ആൻഡ് ആഫ്റ്റർ ദ ക്രോസ്. അതാണ് ഈ ഒരൊറ്റ വാക്യം. പ്രീ ക്രോസ്, പ്രോസ് ക്രോസ്, ഇൻ ദ ക്രോസ്. ആ 3 ക്രോസ് ആണ് ആ വാക്യം പറയുന്നത്. ബിഫോർ ദ ക്രോസ് ആണ് ആദ്യം പറയുന്നത്. സന്തോഷം ഉപേക്ഷിച്ചു, സ്വർഗീയ സന്തോഷം ഉപേക്ഷിച്ചു. എന്നിട്ട് അവമാനം വകവെക്കാതെ കുരിശ് ക്ഷമയോടെ സഹിച്ചു, ഇൻ ദ ക്രോസ്. ഇനി ആഫ്റ്റർ ദ ക്രോസ് ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവരോപിക്കപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയാ. ആ 3 ഘട്ടവും പറയുകയാണ്. ആ 3 ഘട്ടത്തിലും ജീസസ് വാസ് ഇൻ ദാറ്റ്. ബിഫോർ ദ ക്രോസ് ഹെവൻലി ആ ജോയ് അത് ഉപേക്ഷിച്ച്, അവമാനം അലക്ഷ്യമാക്കാതെ കുരിശ് സന്തോഷത്തോടെ സ്വീകരിച്ച്. അപ്പൊ ഈ സഹനം, പിതാവേ, ഞാൻ ഈ സഭയിലുള്ള പ്രബോധകര് സഹനത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വലിയ പാടായിരുന്നു ഈ പ്രോസ്പെരിറ്റി തിയോളജി ഉള്ളിൽ വെച്ചോണ്ട് സഹനത്തെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്. സജിത്തെ, ഒരു കാര്യേ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഈശോ എന്ന വാക്കിന്റെ അർത്ഥമേ. ഓക്കെ. ഇത് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ വായിക്കുമ്പോ JHWH ഇല്ല, യാവേ എന്ന് പറയുന്നില്ലേ? യാവേ ഈ സൽവേഷൻ എന്നാണ് ഈശോയുടെ അർത്ഥം. രക്ഷകൻ എന്നല്ല, ഈശോ, ജീസസ് ഈ സൽവേഷൻ എന്നുള്ളതാണ്, രക്ഷ. അതായത് യാവേ നമ്മൾ ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ കർത്താവ് എന്ന് പറയും. യാവേ, ലോർഡ് ഈസ് സൽവേഷൻ എന്നാണ് ഈശോയുടെ അർത്ഥം. JHWH ഇറ്റാലിയനിലെ ഞാനത് വായിച്ച് സൽവേറ്റ്സ എന്നോ, ഇംഗ്ലീഷ് വരുമ്പോഴത്തേക്കും JHWH ഈസ് സൽവേഷൻ. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല പിതാവേ. അത് വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്ക്. ഇങ്ങനെ ആ ഒരു കർത്താവാണ് രക്ഷ, അതാണ് സന്തോഷം ഉപേക്ഷിച്ച്, അതായത് ദൈവമാണ് സഹിക്കുന്നു, ശൂന്യവൽക്കരിക്കുന്നു, പിന്നീട് വീണ്ടും എന്താണ് ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് വലിയ എൻലൈറ്റ്മെന്റ് ആണത്. സേവിയർ എന്നുള്ളതിലുപരി നെയിം ഇറ്റ്സെൽഫ് ഇസ് സാൽവേഷൻ. JHWH അതായത് ലോർഡ് ഈസ് സാൽവേഷൻ. അതാണ് ജാഹുവയുടെ അതെടുത്തിട്ടാണ്. അതാണ് രക്ഷിക്കുന്ന, നമ്മള് ഈശോയുടെ അർത്ഥം രക്ഷിക്കുന്ന ദൈവം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കർത്താവാണ് രക്ഷ. വലിയൊരു എൻലൈറ്റ്മെന്റ് ആണ് ആ ഒരു ലെറ്ററിലൂടെ കിട്ടുമ്പോ. അപ്പൊ ഇത് വലിയൊരു വെളിച്ചമായിട്ട് സഹോദരങ്ങളെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇത് വരണം. അതിനുവേണ്ടിയാണ് ഈ വചനം തന്നെ ഈ ഹോൾ സെയിൻസിന്റെ സെലിബ്രേഷനിലേക്ക് അവരുടെ ഫീസ്റ്റിന്റെ സെലിബ്രേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് കർത്താവ് കടന്നുപോയ, ഇപ്പം അഭിയുദ്ധ പിതാവ് അത് പറഞ്ഞപ്പോ നമുക്ക് വളരെ ഒരു പ്രകാശനം അതിന്റെ അകത്ത് ലഭിക്കുന്നല്ലോ. He has gone through it, എന്നിട്ട് then he became the salvation for us. അതാണ് നമ്മൾ വായിച്ചത് ഇവിടെ തന്നെ. എല്ലാ ഘട്ടങ്ങളിലൂടെ അവിടുന്ന് കടന്നുപോയി. അപമാനം വകവെക്കാതെ കുരിശ് ക്ഷമയോടെ സഹിച്ചു. എബ്രായർ 12:2 വായിക്കുന്നത്. കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു, ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ആ ഒരു മോഡൽ തന്നിട്ട് നമ്മളോട് പറയാണ്, ഇതാണ് ക്രിസ്ത്യൻ ലൈഫിന്റെ മോഡല്. ഇത് ക്രൈസ്റ്റിന്റെ മോഡൽ അതാണ്, നമ്മുടെ മോഡൽ അതാണ്. യേശുവിനും അങ്ങനെയായിരുന്നു, നമുക്കും അങ്ങനെയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ ഇറ്റ്സ് വെരി ഈസി. നമുക്ക് ഒരു ഘട്ടത്തിലും ദൈവത്തെ തള്ളിപ്പറയാനും ഉപേക്ഷിക്കാനും പിറുപിറുക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഇതാണ് റിയൽ ക്രിസ്ത്യൻ ലൈഫ്. അത് കർത്താവ് നമ്മെ കാണിച്ചു തന്നു. സന്തോഷം തേടിയാണ് ക്രിസ്തീയ ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് പറയാണ്, സന്തോഷം ഉപേക്ഷിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. എനിക്ക് ഈ ലെവലിലേക്കൊക്കെ എത്തണമെന്ന് വലിയ ആഗ്രഹമാണ്. പിതാവൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അജിത്ത്, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം. ഓരോരുത്തർക്കും ഓരോ കൃപയാണല്ലോ. അപ്പൊ ആ കൃപ അനുസരിച്ച് പരസ്പരം പ്രാർത്ഥിക്കാന്നുള്ളതാണ്. ഇത് വലിയൊരു, കാരണം ഞാനിത് എപ്പോഴും വായിക്കും, പിതാവ് ചിന്തിക്കും, ജീസസ് ആ കടന്നുപോയ ഘട്ടം നമ്മളെല്ലാം സന്തോഷം എങ്ങനെ കിട്ടുമെന്ന് ചിന്തിക്കുമ്പം സന്തോഷം ഉപേക്ഷിച്ചിട്ടാണ് ജീസസ് വരുന്നത്. എന്നിട്ട് നമ്മളോട് പറയാണ്, ഇങ്ങനെ ഒരു ലീഡറാണ് മുമ്പിൽ നമ്മളെ നയിക്കുന്നത്, ഇതല്ലാതെ വേറൊരു പാറ്റേൺ ഇല്ലെന്ന്, ഇതല്ലാതെ വേറൊരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം, ഒരു മോഡല് കാണിക്കാൻ വേറൊന്നും ഇല്ല എന്ന്. അപ്പം അത് വലിയൊരു പ്രകാശനം തന്നെ നമുക്ക് തരുന്നു. അതായത് ഇതിനപ്പുറത്ത് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനപ്പുറത്ത് എന്നേലും കിട്ടിയ ബോണസ് ആണ് അത്.
എനിക്ക് തോന്നുന്നു സജിത്തെ ആ ഇതുണ്ടല്ലോ, മെച്ചപ്പെട്ട ഉത്ഥാനം പ്രാപിക്കാൻ വേണ്ടി സഹനത്തിൽ നിന്നു പറയുമ്പോഴേ, ഓക്കെ, അതായത് നിത്യതയിൽ ആ ഒരു പല ലെവലുണ്ടല്ലോ. അപ്പം ഇവിടെ സഹിക്കുന്നതിന്റെ തോതനുസരിച്ച് അവിടെ മഹത്വം കൂടുതലുണ്ടെന്നുള്ള ഒരു കാര്യമാണ് അവിടെ വരുന്നത്. ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാ. ഞാൻ ഒന്നുകൂടെ വായിക്കാം പിതാവ് വേണമെങ്കിൽ ആ വാക്യം. അത് പിതാവ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നല്ലതായിരിക്കും. കാരണം എബ്രായ ലേഖനത്തിന്റെ 35 മുതലാണ്, 11:35. മെച്ചപ്പെട്ട പുനരുത്ഥാനം. ആ പദമാ പിതാവ് ഹൈലൈറ്റ് ചെയ്ത അല്ലെ, മെച്ചപ്പെട്ട പുനരുത്ഥാനം, ബെറ്റർ റിസറക്ഷൻ. അപ്പൊ അത് പിതാവ് ഈ റിവാർഡിനെ കുറിച്ചുള്ള ഒരു ഇതായിരിക്കും അത്. അതായത് ഇപ്പൊ ഈ കൊച്ചുറിസ്യായൊക്കെ പറയുന്നുണ്ട്, ഞാൻ മിശിഹായുടെ ശരീരത്തിൽ ഹൃദയമായിരിക്കും എന്ന് പറയാണ്. അപ്പൊ ആ ഓരോ ശരീരത്തില് നമുക്ക് നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ ഒരു കാര്യം വരുന്നത്. അൽഫോൻസാമയൊക്കെ എന്താണ് സഹനം കൂടുതൽ ചോദിച്ചു വാങ്ങണം അവര് ചെയ്യുന്നത്. അപ്പൊ നിത്യജീവിതം ഉണ്ട് എന്നുള്ള പലപ്പോഴും ഈ സഹനം നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് ഈ ലോകത്തിന് അപ്പുറത്തൊന്നും ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഇന്ന് സത്യപദർ 11:2 ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ എന്താണ് ഈ യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു യുവിന്റെ ഒരു ഷേപ്പ് പറയുവേ. അപ്പൊ ദൈവമായിരുന്നു താഴോട്ട് ശൂന്യവൽക്കരിച്ചു, പിന്നെ കുരിശിലേക്ക് പ്രവേശിക്കുന്ന ഒരു കാര്യമേ. അപ്പൊ ആ വചനം ഇവിടെ കറക്റ്റ് ആയിട്ട് വരുവാണ്. സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ്, പിതാവിന്റെ മുഖത്തിലേക്ക് പ്രവേശിക്കാനാണ്. അപ്പം നമുക്കും അത് തന്നെയാണ് ആ തോതല്ലേ, അങ്ങനെ തന്നെയാണ് നമ്മുടേതും. ഈ ബെറ്റർ റിസറക്ഷൻ എന്ന് പറയുമ്പോൾ അതിനെ ഒന്നുകൂടെ പറഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും പിതാവേ? അല്ല, ഇപ്പൊ നമുക്ക് എന്റെ ഒരു കാഴ്ചപ്പാട്, ഒരു ചിന്തയാണ്. ഇപ്പം കൊച്ചുറിസ്യ പറഞ്ഞ ആ ഒരു കാര്യം നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ഞാൻ സഭയാവുന്ന ശരീരത്തിൽ എന്റെ സ്ഥാനം ഹൃദയമാണ്, സ്നേഹമാണ്. അപ്പോൾ ആ ഒരു ശരീരത്തില് എന്താണ് പല അവയവങ്ങളുണ്ടല്ലോ, അതെല്ലാം വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ടല്ലോ, പല അവയവങ്ങളുണ്ടെന്നുള്ള കാര്യമൊക്കെ കൊരിന്ത്യൻസ് 11. അപ്പോൾ ആ ഒരു എനിക്ക് നമ്മളിവിടെ ചിലപ്പോ ഇന്നിപ്പോ കൊറോണ വന്ന് നമുക്ക് നാളെ വേണമെങ്കിൽ ജീവിതം തീരുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷെ ആ കിട്ടിയിരിക്കുന്ന സമയം ഞാൻ അത് എങ്ങനെ എന്റെ ക്രൈസ്തവ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് കൊച്ചുറിസ്യയൊക്കെ ഓരോ നിമിഷവും ഈശോയുടെ സ്നേഹമാണ്. അത് ഈശോയുടെ സ്നേഹം. കൊച്ചുറിസ്യ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മടത്തി ചേർന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്കും പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മാക്കളുടെ രക്ഷയ്ക്കും പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണെന്ന്. അപ്പൊ അതെല്ലാം ഓരോ നിമിഷവും ആ ഒരു നമ്മുടെ ഫോക്കസിങ് പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളിങ്ങനെ ഈ ലോകത്തിൽ ഇങ്ങനെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നമ്മള് മറ്റു നിത്യതയുടെ നോക്കുവാണ്. പക്ഷെ അങ്ങനെയല്ല പൗലോസ് ഒക്കെ ചെയ്തേ. എന്താണ് മുഴുവൻ പീഡ സഹിക്കുവാണ്, അടി മേടിക്കുന്നു, എല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവനോട് ഒന്നായിട്ട് കാണാൻ വേണ്ടിയാന്ന് പൗലോസ് പറയുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് അവനോട് ഒന്നായിട്ട് കാണപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഈ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്നുള്ള ആശയോടെയാണ് പൗലോസ് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ ഇതെല്ലാം സഹിക്കുന്നത് അവനോട് ഒന്നായിട്ട് കാണപ്പെടാനും അങ്ങനെ നിത്യം ജീവിക്കാനാണെന്നുള്ള ഒരു കാര്യമാണ് പൗലോസ് പറയുന്നത്. അവനോട് ഒന്നായിട്ട്, അതായത് അവനാണല്ലോ നിത്യജീവൻ. ഫെലോഷിപ്പ് ഇൻ ഹിസ് സഫറിംഗ് അല്ലേ? അതായത് നമ്മള് നിത്യജീവിതത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മള് ഈ ലോകത്തിൽ അവനോട് ചേർന്ന് സഹിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ എപ്പോഴും ഇത് വായിക്കുമ്പോൾ ചിന്തിക്കും, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അതിനെക്കുറിച്ച് പിതാവ് പറഞ്ഞ പോലത്തെ ഒരു ഉൾക്കാഴ്ച കിട്ടിയിട്ടില്ലായിരുന്നു. ഇത് മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി, അതങ്ങനെ തന്നെയാ, പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ഭയങ്കര അതിപ്പോ രക്തസാക്ഷികളാകാൻ വേണ്ടി തയ്യാറുള്ളവർ പോലും പറയും ഒറ്റ വെട്ടിനങ്ങ് തീരുവാണെങ്കിൽ അത് ഇപ്പൊ പൗലോസിനെയൊക്കെ ഒറ്റ വെട്ടിനങ്ങ് തീർക്കുവാണല്ലോ. അപ്പം അത്ര ഒരു വലിയൊരു വേദനയല്ലോ. ഇപ്പൊ നമുക്ക് അതിൽ കൂടുതൽ എന്തേലും വേദന നമ്മൾ ശരീരത്തിൽ സഹിക്കുന്നുണ്ട് ഓരോ സാഹചര്യത്തിലും. ഇപ്പൊ ഒരു രോഗം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബോൺ ക്യാൻസർ വന്നിട്ട് ചിലപ്പം ഒരു വർഷം മുഴുവൻ വേദന സഹിക്കുന്നവരുണ്ടല്ലോ. പക്ഷെ അതെല്ലാം എന്താണ് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് പലപ്പോഴും എനിക്ക് രക്തസാക്ഷിയാണ്, പക്ഷെ ഒറ്റപ്പെട്ട് എന്റെ തല തീരണം എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുകയെ. പക്ഷെ ഇവിടെ ഈ വചനം എന്താണ് മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി എന്താണ് പറഞ്ഞ വചനം, എന്താണ് മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ഈ 3 വചനങ്ങൾ സജിത് പത്രം എടുത്ത് കാണിച്ചത് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടോ. They refused to be delivered എന്നല്ലേ?
ഞാൻ ഇംഗ്ലീഷിൽ എന്റെ മലയാളം ഇരിക്കുന്നേ. ഓക്കെ. പറഞ്ഞോട്ടോ, ബാക്കി കാര്യങ്ങൾ പറഞ്ഞോട്ടോ. ഈ ഒരു ഉൾക്കാഴ്ച, അതായത് എനിക്ക് തോന്നുന്നു പിതാവിന് കുറച്ചുകൂടെ അതിൻ്റെ അകത്ത് വെളിച്ചം ഞങ്ങൾക്ക് പകർന്നു തരാൻ പറ്റുമായിരിക്കും. അതായത് ഇത് രണ്ടും ക്രിസ്ത്യൻ ലൈഫിന്റെ ഭാഗമാണെന്ന്. അതായത് മേളിൽ നമ്മൾ കാണുന്നത് ഇതേ അധ്യായത്തിൽ തന്നെ നമ്മൾ മേളിൽ കാണുന്നത് ഭയങ്കര അത്ഭുതകരമായ ദൈവപ്രവൃത്തിയാണ്. 34-ാമത്തെ വാക്യം നോക്കി, സിംഹത്തിന്റെ വായ്കളെ പൂട്ടി, അഗ്നിയുടെ ശക്തിയെ കെടുത്തി, വാളിന്റെ വായ്ത്തലയ്ക്ക് നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി തീർന്നു. അവിടെ എല്ലാം സക്സസ്ഫുൾ ആയി. 35-ാം വാക്യത്തിൽ പോലും നമ്മൾ കാണുന്നത് പുനർജന്മത്തിലൂടെ തിരിച്ചു കിട്ടി, റിസറക്ഷൻ വരെ സംഭവിച്ചു. ഈ മേളിൽ കണ്ടതെല്ലാം മൈറ്റി മിറക്കിൾസാ. പക്ഷെ അതിന്റെ തൊട്ട് താഴെ പറയുകയാണ്, അപ്പോൾ തന്നെ അതിൻ്റെ സഹനവും കൂടെ ബാലൻസ് ചെയ്യുകയാണ്. താഴെ ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. അപ്പൊ ഈ ചിലരെ വിടുവിക്കാൻ മേളിൽ വിടുവിച്ചവരുടെ ദൈവം ഇല്ലായിരുന്നോ? അല്ലെ അവരുടെ പ്രാർത്ഥന കുറവായിരുന്നോ? ഇപ്പം വളരെ കൃത്യമാണല്ലോ സജിത്ത് ബ്രദറെ. ദൈവം തന്നെ ശൂന്യവൽക്കരിച്ചു, അതായത് സന്തോഷത്തിന്റെ അതെല്ലാം മാറ്റിവെച്ചിട്ട് ഇവിടെ മനുഷ്യനായിട്ട് 33 വർഷം ജീവിച്ചപ്പോൾ അത് മുഴുവൻ സഹനമാണല്ലോ. അത് മുഴുവൻ ആ 33 വർഷം എന്ന് പറയുന്നത് സഹനമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? തന്റെ കൂട്ടത്തിലുള്ള എല്ലാവരെയും തന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണല്ലോ. ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുവെക്കാൻ നിങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചെന്ന് ഞങ്ങളുടെ ചെറുവല കുർബാനയിലുണ്ടേ, ദൈവിക ജീവനിലെ. അതുപോലെ തന്നെ സഭയുടെ പാരമ്പര്യത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഓ ക്രൂക്സ് ആവേ സ്പേസ് ഊണിക്ക. ഓ ക്രൂക്സ് ആവേ സ്പേസ് ഊണിക്ക, അതായത് ഞങ്ങളുടെ ഏക പ്രത്യാശയായ കുരിശെ വാഴുക എന്നാണ് അവിടെ പറയുന്നത്. ഞങ്ങളുടെ ഏക പ്രത്യാശയായ കുരിശെ. ഇന്ന് ഞാൻ നടപടി പുസ്തകം 28 വായിച്ചത്. അപ്പൊ പൗലോസ് പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ പ്രത്യാശയെ പ്രതിയാണ് ഞാൻ ഈ ചങ്ങലയിലായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നടപടി 28 ഇസ്രായേലിന്റെ പ്രത്യാശ ഈശോയാണ്. ഞാൻ ഈ ചങ്ങലയിലായിരിക്കുന്നുണ്ടെങ്കിൽ അത് അവനെ പ്രതിയാണ്, ഈശോയെ പ്രതിയാണ്. ഇസ്രായേലിന്റെ പ്രത്യാശ ഈശോയാണ്. പൗലോസ് പറയാണ്, നിങ്ങൾ കാത്തിരുന്ന ആ പ്രത്യാശയിലാണ് ഞാൻ ഇന്ന് ചങ്ങലയിലായിരിക്കുന്നത്. ഇതെല്ലാം വേണമെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സഹനം ഒഴിവാക്കാമായിരുന്നു. വേണമെങ്കിൽ അവിടെ വെച്ച് തന്നെ, ജെറുസലേമിൽ വെച്ച് തന്നെ വേണമെങ്കിൽ പൗലോസിനെ അവിടെ നിന്ന് മാറാമായിരുന്നു. അതിന് കാരണം എന്താണ്? അത് ഈശോയെ കൂടുതലായിട്ട് അവന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. എന്ത് വേണ്ടിയിട്ടാണ്? അവനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സഹിക്കുകയാണ്. പിമ്പിലുള്ളവയെ മറന്ന് മുമ്പിലുള്ളത് ഈ ഹെബ്രായ ലേഖനമായിട്ട് ചേർന്ന് പോകുന്നതാണ്. മുമ്പിൽ ഈശോയാണുള്ളത്. മുമ്പിലുള്ളവയെ മറന്ന് മുമ്പിലുള്ളവയിലേക്ക് പോകുന്നെന്ന് പറഞ്ഞത് പൗലോസ് അങ്ങനെ തന്നെയാണ്. ഞാൻ ഇത് നേടിയെടുത്തെന്ന് അവകാശപ്പെടുന്നില്ല, പക്ഷേ അത് 2 കൊരിന്ത്യസിലാണ് തോന്നുന്നു, അല്ലേ? അപ്പം ഈ കുരിശ് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. കുരിശ് ശാപവസ്തുവായിരുന്നു. പക്ഷെ ഇന്ന് കുരിശ് നമ്മൾ വിളിക്കുന്നത്, നമ്മുടെ മാർ സ്ലീവ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. മാർ എന്ന് പറഞ്ഞ കർത്താവാണ്. അതായത് നമ്മൾ മാർ സ്ലീവ എന്ന് പറയുമ്പോൾ ക്രൂശിതനും ഉദ്ധിതനുമായ ഈശോ എന്നാണ് അർത്ഥം. ക്രൂശിതനും ഉദ്ധിതനുമായ കർത്താവ് എന്നാണ് അർത്ഥം മാർ സ്ലീവ എന്ന് പറയുന്നത്. ശരിക്കും ഈ കുരിശും അതുപോലെ തന്നെ മനോഹരമായ ഒരു വചനമാണല്ലോ, കർത്താവ് ആത്മാവാണ്, കർത്താവിനോട് സംയോജിക്കുന്ന വ്യക്തി അവിടത്തോട് ചേർന്ന് ഏക ആത്മാവായിട്ട് തീരുന്നു. അപ്പോൾ ഈ എന്താണ് ഈ കുരിശാണ് നമ്മൾ ദൃശ്യമായിട്ട് കർത്താവ് നമുക്ക് ഇന്ന് ദൃശ്യമായിരിക്കുന്നത്. നമ്മൾ കാണുന്ന 2-ാം വരവിൽ കാണുന്ന ഏക അടയാളം കുരിശാണ്. ഈ മാത്യു 25 പറയുന്ന മനുഷ്യപുത്രന്റെ അടയാളം വടക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങുമെന്ന് പറയുന്ന, കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങുമെന്ന് പറയുന്ന ആ അടയാളവും ക്രോസ് തന്നെ ആയിരിക്കണം, അല്ലെ? സിംഹാസനം. അത് ലത്തീൻ ആരാധനക്രമത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ഭരിക്കുന്നത് കുരിശിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും ഈ കൊച്ചുറുസിയായും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മെച്ചപ്പെട്ട പുനരുദ്ധാനം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ആ സിംഹാസനത്തിൽ എനിക്ക് സ്ഥാനം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇന്ന് സൂം ലൈവിൽ പങ്കെടുത്തവർക്ക് നല്ല റിച്ച് ആണ് ഇന്നത്തെ കണ്ടന്റ്. കാരണം പിതാവ് ഇത്രയും ഒരു കോൺട്രിബ്യൂഷൻ അതിന്റെ അകത്ത് ഇട്ടപ്പോഴത്തേക്കും അത് ഭയങ്കര എൻലൈറ്റ്മെന്റ് ആക്കി കഴിഞ്ഞു. അതായത് നമ്മൾ ഈ മാർത്തോമ കുരിശിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, കുരിശിന്റെ മുകളിൽ പരിശുദ്ധാത്മാവ് വരുന്നതായിട്ടാണല്ലോ കാണുന്നത്. പക്ഷെ ആത്മാവ് നമുക്ക് കാണത്തില്ല. ആത്മാവും
കുരിശിന് ഒരേ ഷേപ്പ് തന്നെയാണ്. കുരിശിനും ആത്മാവിനും ഒരേ ഷേപ്പ് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ശരിക്കും എന്താണ് ഇപ്പൊ നമ്മള് തൂങ്ങപ്പെട്ട രൂപം എന്ന് പറയുമ്പോൾ അത് മനുഷ്യനായിട്ടുള്ള ഈശോയാണ്. പക്ഷെ ആമേൻ. കുരിശ് ഇന്ന് കർത്താവ് മഹത്വം പ്രാപിച്ചിരിക്കുവാണ്. അതെ അതെ ആത്മാവാണ് അല്ലേ? അതെ അതെ ആത്മാവായ ക്രിസ്തുവാണ്. അപ്പോൾ ശരിക്കും ഈ സിംഹാസനം എന്ന് പറയുന്നത് കുരിശും അവിടെ ഈ ആത്മാവ് പ്രാവിന്റെ രൂപത്തില് അതൊരു ഷേപ്പാണ്, കുരിശിന്റെ ഷേപ്പാണ്. അതെ അതെ അതെ. അപ്പോൾ ഇത് കുരിശിനെ നമ്മൾ ഒഴിവാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ സിംഹാസനവും ദൈവത്തെയും തന്നെയാണ് നമ്മൾ ഒഴിവാക്കുന്നത്. അതെ അതെ അതെ. അല്ല, ഇതൊരു വലിയ എൻലൈറ്റ്മെന്റ് ആണ്. അപ്പം ഈ കംപ്ലീറ്റ് ഇതൊന്ന് ക്രോഡീകരിക്കുമ്പം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വലിയൊരു സത്യമായ ഒരു കാര്യം, ഇവിടെയാണ് ഞാൻ അതിന്റെ ആ ബ്യൂട്ടി കാണുന്നത്. ഞാനതാ പറയാം, ഞാൻ എന്താ മിസ്സായെന്ന് ഓർക്കുകയായിരുന്നു. ഇവിടെയാണ് ഞാൻ ആ ബ്യൂട്ടി കാണുന്നത്. എനിക്കുണ്ടായിരുന്നത് പിതാവുമായിട്ട് അന്ന് നമ്മള് പനക്കിളച്ചന്റെ അടുത്തുണ്ടായിരുന്നപ്പോ അത് ഷെയർ ചെയ്തായിരുന്നു തോന്നുന്നു രാത്രിയില്. അതായത് എനിക്ക് മിസ്സായത് മേളത്തേത് ഞാൻ കണ്ടു. അതായത് വാളിന്റെ വായ്ത്തിലേക്കും തെറ്റി ഒഴിയുന്നു, ഭയങ്കര വിശ്വാസത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുന്നു. പക്ഷെ താഴത്തേത് മെച്ചപ്പെട്ട പുനരുത്ഥാനം സ്വീകരിക്കാൻ വേണ്ടി അതിന് വേണ്ടി അവർ സഹിച്ചു എന്നുള്ളത് എനിക്ക് വന്നില്ല. കാരണം എന്റെ പ്രോസ്പെരിറ്റി തിയോളജി ആയിട്ട് അത് ഡൈജസ്റ്റ് ആവാത്തതുകൊണ്ട്. പലപ്പോഴും സജിത് ബ്രദറെ, വചനം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടില്ല. അതായത് ലൂക്ക 24:45 വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം കർത്താവ് മനസ്സ് തുറന്നു. കർത്താവ് മനസ്സ് തുറക്കാതെ നമുക്ക് ആ യഥാർത്ഥമായ വചനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടില്ല. പ്രൈസ് ഗോഡ്. ഇപ്പൊ ഇത് രണ്ടും കൂടെ കിട്ടുമ്പം, രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പം, ഇത് രണ്ടും ഉണ്ട് അവിടെ. തീയുടെ ബലംകെടുത്തലുമുണ്ട്, രാജ്യങ്ങളെ പിടിച്ചടക്കലുമുണ്ട്. അപ്പോൾ തന്നെ പീഡകളിലൂടെ കടന്നു പോകുവാൻ മെച്ചപ്പെട്ട പുനരുദ്ധാനത്തിന് വേണ്ടി, അങ്ങനെ മെച്ചപ്പെട്ട പുനരുദ്ധാനം സ്വീകരിക്കാൻ വേണ്ടി അതിലൂടെ കടന്നു പോയവരുമുണ്ട്. അപ്പം cloud of witnesses is surrounding us. Jesus, the hero of our faith, is before us. He is the author and he is the finisher of our faith, and he is before us. He is leading us. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ മാർച്ചിൽ നമ്മൾ ഓട്ടപ്പന്തയമാണ്, മാർച്ച് പോലും അല്ല, ഓട്ടപ്പന്തയമാണ്, മാരത്തോൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ മാരത്തോൺ റൈസിൽ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ കർത്താവാണ്. കർത്താവാണ് നമ്മളെ ഓടുവാൻ ശക്തിപ്പെടുത്തുന്നത്, കർത്താവാണ് നമ്മളെ ഓടിക്കുന്നത്. പ്ലസ് നമ്മുടെ ചുറ്റിലും സറൗണ്ടിങ് ആയിട്ട് ക്ലൗഡ് ഓഫ് വിറ്റ്നസസിന്റെ വലിയ സംഘമാണ് ചുറ്റിലുമുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് താഴേക്ക് വിശദീകരിക്കുമ്പോൾ അടുത്ത 2 പോയിന്റ് കൂടെ പറയുന്നത്. അപ്പം ഇന്നിപ്പോ നമ്മൾ ഇത്രയും പറഞ്ഞ് ക്രോഡീകരിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു വലിയ ചിന്ത, ഒരു തരത്തിലും നമ്മൾ ക്ഷീണിച്ച് മന്ദീഭവിച്ച്, ഇപ്പം എബ്രായർ 12 അധ്യായത്തിന്റെ 12 വാക്യം അല്ലെ, അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുകയും. ഇത് ഓരോരുത്തർക്കും ഉള്ള പ്രബോധനമാണ്. ഏതെങ്കിലും മേഖലയിൽ വീക്കായിട്ട് ശക്തിയില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ, മുടന്നുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവണ്ണം അവയ്ക്ക് നേർവഴി ഒരുക്കുകയും രോഗികൾ ഈ സമയത്ത് സൗഖ്യമാവട്ടെ. അത് ഈ ഇവിടുന്ന് തന്നെ നമുക്കത് എടുക്കാം. അതായത് ഈ സ്ക്രിപ്ചറിൽ നിന്ന് തന്നെ, എബ്രായർ 12 2 സ്ക്രിപ്ചറിൽ നിന്ന് തന്നെ എടുക്കാം. സൗഖ്യമോ സഹനമോ ഏതായിരുന്നാലും ഇന്ന് നമുക്കതിനെ സ്വീകരിക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. സകല വിശുദ്ധരുടെ തിരുനാളിന്റെ എല്ലാ ഐശ്വര്യങ്ങളും വിശേഷിച്ച് ഒത്തിരി സന്തോഷം. അഭിവന്ദ്യ സാമ്പിക്കൽ പിതാവിനോട് ചേർന്ന് ആയിരിക്കാൻ പറ്റിയതിൽ ഒരുപാട് ആനന്ദമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ക്രോഡീകരിക്കുമ്പം പിതാവ് പ്രാർത്ഥിക്കുമായിരിക്കും അല്ലെ? 4 പോയിന്റ് പറഞ്ഞാൽ 4 കാര്യങ്ങളല്ലേ പറഞ്ഞിരുന്നു? അല്ല, താഴേക്കും കൂടെ എടുക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു 6 മണി വരെ എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ക്രോഡീകരിച്ചെന്ന് തോന്നുന്നു. 1 മണിക്കൂറല്ലേ? ബ്രദറെ കണ്ടിന്യൂ ചെയ്തു ബ്രദർ. അങ്ങനെ കൃത്യമായൊരു സമയം ഞങ്ങൾക്കില്ല. ബ്രദറെ കണ്ടിന്യൂ ചെയ്തോളൂ, സന്തോഷം. ഇത്രേ ഉള്ളൂ. എനിക്ക് ഇച്ചിരി എന്റെ പരിസരം ഇച്ചിരി ഇരുട്ടാവും, കുഴപ്പമില്ലല്ലോ അല്ലെ? കുഴപ്പമില്ല കേട്ടോ. പറഞ്ഞ അതായത് ക്ലൗഡ്സ് ഉണ്ട്, പിന്നെ മിന്നിലെ ഈശോ ഉണ്ട്, ബാക്കി 2 അത് നമുക്കൊന്ന് എടുക്കാം. എബ്രായ ലേഖനം 12 അധ്യായം ആദ്യം, ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് സറൗണ്ടിങ് us, then Jesus the author and the finisher of our faith is in front of us. He is going ahead. മുമ്പേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ജീസസിന്റെ നമ്മൾ കണ്ട കുരിശ് സമയോടെ സഹിച്ച് ദൈവസിംഹാസനത്തെ വരുന്നത്. എന്നിട്ട് പിന്നെ 3-ാമത്തെ വാക്യം, ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി എതിരാളികളിൽ നിന്ന് അവൻ എത്രമാത്രം സഹിച്ചു എന്ന് ഓർത്തുകൊള്ളുകയും. എന്നിട്ടാണ് ഈ 3rd പോയിന്റിലേക്ക് വരുന്നത്. പാപത്തിനെതിരെ
സജിത്തെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ്. ഇപ്പൊ അത് വചനം വായിച്ചപ്പോഴാണ് ഞാൻ കാണുന്നത്. ഈ ഈശോയെ എതിർക്കുന്നത് ആരാണെന്ന് വളരെ കൃത്യമായിട്ട് പറയാം. ഈശോ എതിർക്കുന്നത് പാപികളാണ്. അതെ 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 അതെ. അപ്പൊ ഈശോയെയും ഈശോയുടെ ശരീരമായ സഭയെയും എതിർക്കുന്നത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ സഭയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പോലും അവര് യഥാർത്ഥത്തിൽ പാപികളാണ് അവര്. അതുപോലെ തന്നെ നമ്മള് എന്താണ് സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് ഈ സഹനം ഉണ്ടാകുമ്പോൾ എന്താണ് അത് ശരിക്കും ഒരു പാപത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ട് അവിടെ. ഇപ്പൊ നമ്മളെ ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ, ഈശോയെ എതിർക്കുന്നുണ്ടെങ്കിൽ, സഭയെ എതിർക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സഭയുടെ ഭാഗമായിട്ട് ഞാൻ നിൽക്കുമ്പോഴും നമ്മൾ നിൽക്കുമ്പോഴും നമ്മളെ എതിർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പാപമോചനം ആവശ്യമാണെന്നും കൂടി അവർ തെളിയിക്കുവാണ് അവര്. അതെ അതെ അതെ. പാപികളിൽ നിന്ന് തനിക്കുണ്ടായ, അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. അതെ പിതാവേ, അങ്ങനെ തന്നെയാണ്. അപ്പൊ എതിർക്കുന്നത് പാപത്തിനെതിരായുള്ള പോരാട്ടത്തിൽ, പാപത്തിനെതിരായുള്ള സമരത്തിൽ. അപ്പൊ ഈ തേർഡ് ചിന്ത എന്ന് പറയുന്നത് അതായത് ഈ ഷിഫ്റ്റ് ആണ്. ഇനിയാണ് നമ്മൾ ആ ചിന്തയിലേക്ക് പോകുന്നത്. നിങ്ങൾ പുത്രന്മാരാണെന്നുള്ള അഭിസംബോധന. അവിടുന്ന് ഈ ചാസ്റ്റൈസ്മെന്റ് എന്ന് പറയുന്ന ബൃഹത്തായ വിഷയം അപ്പോസ്തലൻ ആരംഭിക്കുകയാണ്. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഈ ഉപദേശം നിങ്ങൾ മറന്നു കളഞ്ഞു. അപ്പം ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ഇസ് സറൗണ്ടിങ് us. ഫസ്റ്റ് ഓഫ് ഓൾ, ജീസസ് ദ ഓദർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത് ഇസ് ബിഫോർ us. ദെൻ ഒരു റിയലൈസേഷൻ തരികയാണ്, യു ആർ ദ സൺ. നിങ്ങൾ പുത്രന്മാരാണെന്നുള്ള അഭിസംബോധന നിങ്ങൾ മറന്നു കളഞ്ഞു. അവിടെ ആ ഗ്രീക്ക് ടെക്സ്റ്റിലാണ് അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ വന്നിട്ടുള്ളത്. നമ്മൾ ഈ POC ബൈബിളിൽ അത്രത്തോളം മലയാളിവൽക്കരിച്ചതിന്റെ പ്രശ്നമുണ്ടോ എന്നൊരു സംശയമാണ്. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഈ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? അത് ഞാൻ ഈ ഗ്രീക്ക് ടെക്സ്റ്റ് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു അർത്ഥം അതായത്, നിങ്ങൾ പുത്രന്മാരാണെന്നും ആ പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഉപദേശവും നിങ്ങൾ മറന്നുപോയോ? യു ആർ സൺസ്. ആ സൺസിന്റെ പ്രിവിലേജിൽ നിന്ന് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഉപദേശം, അതായത് the doctrine which you received is not the doctrine of servanthood, but the doctrine of sonship. അതായത് ദൈവപുത്രൻ, ഏകജാതൻ ഈശോ, ആ ഈശോയിൽ നമ്മൾ എല്ലാവരും ദൈവപുത്രരാവുകയാണ് ചെയ്യുന്നത്. വി ആർ ഓൾ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ആ മോണോഗനസ് എന്നുള്ള ആ പ്രയോഗത്തിന്റെ അത് തന്നെയാണ്. അത് ആ അർത്ഥം തന്നെയാണ്. അത് തന്നെയാണ് എന്റെ വലിയ ഡെപ്ത്. പുത്രന്മാരെന്നുള്ള പുത്രൻ എന്നുള്ള അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഈ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? അപ്പം അവിടെ അപ്പോസ്തലൻ പൗലോസ്ലീഹ എന്ന് പറയാൻ കഴിയില്ല, എബ്രായലേഖനം ആരെഴുതിയെന്നുള്ളത് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ലാത്തതുകൊണ്ട് ഇവിടെ അപ്പോസ്തലൻ വിശദീകരിക്കുകയാണ്, നിങ്ങളെ പുത്രന്മാരാണെന്നുള്ള അഭിസംബോധന ചെയ്തുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എന്റെ മകനെ വിളിക്കുകയാണ്, എന്റെ മകനെ, കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ ആകരുത്. അപ്പം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. അപ്പം പിന്നെ ആ ചിന്ത, ചാസ്റ്റൈസ്മെന്റ് എന്ന് പറയുന്ന ചിന്തയിലേക്ക് പോകും. അപ്പം 3 പ്രധാന ചിന്തയിലൂടെ അപ്പോസ്തലൻ നമ്മെ ഇതുവരെ കൊണ്ടുവരുന്നു. ഒന്ന് ഞാനൊന്ന് ക്രോഡീകരിച്ചിട്ട് 4ാമത്തെ പറയാം. ഒന്ന്, ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് ഈസ് സറൗണ്ടിങ് us. ജീസസ് ദ ഹൈ പ്രീസ്റ്റ്, ജീസസ് the author and he is the finisher, he is before us. Then he is giving a realization that you are the son. നിങ്ങൾ അവന്റെ പുത്രന്മാരാണ്. എന്നിട്ട് പറയുകയാണ്, എന്താണ് നിങ്ങളിപ്പോ ഈ കടന്നു പോകുന്നത് നിങ്ങൾ തിരിച്ചറിയുക. അത് ചാസ്റ്റൈസ്മെന്റ് ആണ്, പണിഷ്മെന്റ് അല്ല, ചാസ്റ്റൈസ്മെന്റ് ആണ്. ആ ചാസ്റ്റൈസ്മെന്റ് എന്ന് പറയുമ്പോൾ അത് താഴേക്ക് വിശദീകരിക്കാം. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? അപ്പൊ പറയാണ്, ഇപ്പൊ നിങ്ങൾ അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. ഇതിന്റെ റിസൾട്ടൂടെ വായിക്കാം, എന്നാലും ആ 4ാമത്തെ പോയിന്റ് ക്ലിയർ ആവും. എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. അതിനു പുറമെ അത് അടുത്തത് വരികയാണ് വിഷയം. അപ്പം ഈ ജാരസന്താനങ്ങളാണെന്നുള്ള ഭാഗം വരെ വരുമ്പോൾ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന വൈതരണി അല്ലെങ്കിൽ പ്രശ്നം, അത് നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? അതിനെ നോക്കിക്കാണേണ്ടിയ 4 പാറ്റേൺസ് നമുക്ക് തരികയാണ്. അതിനെ നോക്കിക്കാണേണ്ട 1ാമത്തെ പാറ്റേൺ ആണ് ഐ എം ഇൻ എ ഫെലോഷിപ്പ്. 2ാമത്തെ പാറ്റേൺ ആണ് യേശു മുമ്പിലുണ്ട്. 3ാമത്തെ പാറ്റേൺ ആണ്
യേശു മുമ്പിലുണ്ട്. അപ്പോൾ തന്നെ ഈ യാത്രയിലായിരിക്കുന്ന ഞാൻ മകനാണ്. നാലാമത്തെയാണ് ഈ ശിക്ഷണങ്ങൾ ഓരോന്നും അവിടുത്തെ വിശുദ്ധിയിലേക്ക് എന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് താഴോട്ട് പറയുമ്പോ എല്ലാ ശിക്ഷണവും. 11-ാമത്തെ വചനം നോക്കിക്കോണേ. 10-ാമത്തെ വചനം, ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുചേരാനും വേണ്ടിയാണ്, ചേരുന്നതിനും വേണ്ടിയാണ്. അപ്പം ഇതാണ് അതിന്റെ റിസൾട്ട് അപ്പോസ്തലൻ കൊണ്ടുവന്നിട്ട് പറയുന്നത്, അവിടുത്തെ വിശുദ്ധിയിൽ നമ്മൾ പങ്കുചേരുന്നതിന് വേണ്ടിയാണ്. അപ്പം ഈ ഒരു പാറ്റേൺ ആണ് ക്രിസ്ത്യൻ ലൈഫിന് വേണ്ടി മുമ്പിൽ വെച്ചിരിക്കുന്നത്. ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് നമ്മുടെ ചുറ്റിലുമുണ്ട്. ജീസസ് നമ്മളെ മുമ്പിൽ നിന്ന് നയിക്കുന്നുണ്ട്. നമ്മൾ പുത്രന്മാരാണ്. അപ്പൊ ഈ ഇടയിലുള്ള എന്തിനാണിത്? വൈ ഐ ഷുഡ് ഗോ ത്രൂ ഓൾ ദിസ്? എന്തുകൊണ്ട് ഞാൻ ഇതിലൂടെ എല്ലാം കടന്നു പോകണം? അതിന്റെ ആവശ്യം എന്താന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യകത അപ്പോസ്തലൻ പറയാണ്. അതിന്റെ ആവശ്യകത പറയാണ്, നമ്മൾ അവിടുത്തെ വിശുദ്ധിയിലെത്താൻ വേണ്ടിയാണ്. അതെവിടെയാ വായിക്കുന്നത്? ഹെബ്രായർ 10:10. ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത്, കർത്താവ് പറയാണ്, നിങ്ങളിപ്പോ ക്ഷീണിക്കൊന്നും വേണ്ട, ഇതൊരു പരിശീലനമാണ്. ഇതൊരു പരിശീലനമാണ്. നിങ്ങളിപ്പം കൊറോണ കണ്ടു, നിങ്ങളങ്ങ് പാൻഡമിക് ആയി, ആകെ അങ്ങ് ക്ഷീണിക്കൊന്നും വേണ്ട, ഇതൊരു പരിശീലനമാണ്. ഏതിന്റെ അകത്തും പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലനമാണ്. ഭൗമികതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു നാളത്തേക്ക് നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും. ഹല്ലേലൂയ. chastisement, the result of chastisement is for our good and we are achieving his goodness and his holiness. അതാണ് അവിടുത്തെ പരിശുദ്ധിയിൽ നാം പങ്കുചേരാൻ വേണ്ടിയാണ്. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി താൽക്കാലത്തേക്ക് തോന്നും. എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കും. ഒരു 2 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് 11-ാമത്തെ വാക്യം ഒന്ന് വിശദീകരിക്കാൻ നോക്കാം. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായിരിക്കും, തൽക്കാലത്തേക്ക് തോന്നും. ഇപ്പൊ ആ തൽക്കാലത്തേക്ക് തോന്നുന്ന സമയമാണ്. ഇത് ഭയങ്കര പെയിൻഫുള്ളാ, വൈ ഐ ഷുഡ് ഗോ ത്രൂ ദിസ്? വേദനാപ്രദമായിട്ട് നമുക്കിപ്പോ തോന്നും, തൽക്കാലത്തേക്ക് വേദനാപ്രദമായിട്ട് തോന്നും. എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക്, അപ്പൊ വി ഹാവ് ടു ബി ട്രെയിൻഡ്. This is a training. ജീസസിന് ആ ട്രെയിനിങ് ആവശ്യമായിരുന്നെങ്കിൽ, though Jesus was son, he has to go through all this, then how much more we have to as sons. അതാണ്, ആ ചിന്തയാണ് നമ്മളുടെ ഉള്ളതിലേക്ക് വരുന്നത്. അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവാൻ. അപ്പൊ ഈ ഒരു 4 ബോധ്യം, കർത്താവിന്റെ വലിയ വിശുദ്ധരുടെ സംഘം എന്റെ ചുറ്റിലും, കർത്താവിന്റെ മുമ്പിൽ ഞാൻ മകനാണ്. ഇന്ന് കടന്നു പോകുന്നത് എന്നെ തളർത്താനോ എന്നെ തകർക്കാനോ അല്ല, ഇതൊരു പരിശീലനമാണ്. ഞാൻ അവിടുത്തെ പരിശുദ്ധിയിലും എന്റെ നന്മയ്ക്കും അവിടുത്തെ പരിശുദ്ധിയിലും എത്താൻ വേണ്ടിയാണെന്ന് തിരിച്ചറിയുന്ന ഉടനെ 12-ാമത്തെ വാക്യം ഉറക്കെ വായിച്ചു. തളർന്ന കൈകാലുകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുകയും മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ട് എറിപ്പോകാതിരിക്കാൻ ശക്തിപ്പെടുത്തുവിൻ. നിങ്ങളുടെ സുഖപ്പെടാൻ തക്കവണ്ണം അവയ്ക്ക് നേർവഴി ഒരുക്കുവിൻ. ദൈവകൃപ നിരസിച്ചാൽ. അടുത്ത പാരഗ്രാഫ് തുടങ്ങിയ. അപ്പൊ ഈ പാരഗ്രാഫിൽ നിന്ന് ഐ തിങ്ക് ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. എന്നിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് നമുക്ക് മെസ്സേജ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് പിതാവുള്ളപ്പോ പിതാവിന്റെ ആശീർവാദത്താൽ തന്നെ അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞല്ലോ. ഇല്ല, ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ അത് നമ്മൾ അത് ഉപയോഗിക്കാൻ നമുക്ക് ഒരു നിമിഷം പിതാവിന്റെ ആശീർവാദത്തോട് ചേർന്ന് നമുക്ക് മെസ്സേജ് ഉണ്ടെങ്കിൽ മെസ്സേജും എടുത്ത് പറയണം കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെന്ന് ചില നിമിഷങ്ങളൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഞങ്ങള് ഈ സമയത്ത് ഏക നിങ്ങൾക്കൊരു വലിയ സാക്ഷികളുടെ വലിയ സമൂഹം, ഞങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഒരു വലിയ
സംഘമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും ഞങ്ങളുടെ ചുറ്റിലും ഒരു വലിയ സംഘമുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ തിരിച്ചറിഞ്ഞു കർത്താവേ, ഈ ഒരു തിരിച്ചറിവില്ല ഈ സമയത്ത് തന്നെ മൈറ്റി ഹീലിംഗ്സ് ഉണ്ടാവട്ടെ. പിതാവ്, എനിക്കിപ്പം ഒരു ഗൈഡൻസ് എടുത്ത് പ്രാർത്ഥിക്കാൻ തോന്നുന്ന 3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചെറിയ കാര്യങ്ങൾ പോലും എന്റെ കാര്യത്തിൽ വരുമ്പോൾ വളരെ വൈഷമ്യമായി എനിക്ക് തോന്നുന്നു. അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റില് അവൾ അത് വളരെ ഈസി ആയിട്ട് എഴുതിയെടുത്തു. ബട്ട് സ്റ്റിൽ ഐ സ്ട്രഗിൾ. അവൻ ലൈസൻസ് കിട്ടി, ബട്ട് സ്റ്റിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യുക. അവര് വളരെ എളുപ്പത്തിൽ വീട് വെച്ചു, എന്റെ വീടിന്റെ പണി പൂർത്തിയാകുന്നില്ല. അവൾക്ക് ആ കോഴ്സ് വളരെ എളുപ്പത്തിൽ കിട്ടി, എനിക്ക് അത് എത്തിപ്പെടാൻ കഴിയുന്നില്ല. ഇങ്ങനെ എന്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം എന്തേ ഈ ബുദ്ധിമുട്ട്? അങ്ങനെ ഒരു ടാസ്കിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ ഗൈഡൻസ് തരികയാണ്. നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ആ സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ ഉറവിടമേ, വൈഷമ്യമുള്ള മേടുകൾ ചവിട്ടി കയറാൻ വേണ്ടിയുള്ള വലിയ അഭിഷേകം, അവരുടെ മുമ്പിലുള്ള എല്ലാ പ്രതിബന്ധനങ്ങളും മാറിപ്പോട്ടെ. സഹനത്തിലൂടെയും സൗഖ്യത്തിലൂടെയും ഒരേ മനോഭാവത്തോടെ ദൈവത്തെ സ്നേഹിക്കാനും സഭയെ സ്നേഹിക്കാനും സഭയോട് ചേർന്ന് നിൽക്കാനുമുള്ള കൃപ എല്ലാ മക്കളുടെ മേലും ഇപ്പം പകരണമേ കർത്താവെ. വൈഷമ്യങ്ങളുടെ നടുവിൽ പിറുപിറുക്കാതെ ഒരു ദൈവസേവയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾ എല്ലാവരുടെ മേലും പകരണമേ. ഈ സമയത്ത് നടക്കുന്ന പ്രധാന സൗഖ്യങ്ങളില് ഒരു മേജർ ഹീലിംഗ് ക്യാൻസർ പോലുള്ള മാരക വിപത്തുകളുടെ മേലുള്ള അത്ഭുത സൗഖ്യമാണ്. തടിപ്പുകളെ കണ്ട് സംശയിച്ച് ഈ ട്യൂമർ, ഈ ക്യാൻസർ, അങ്ങനെയുള്ള നിങ്ങൾ ആ രോഗമുള്ള ഇടങ്ങളിലേക്ക് കരം അമർത്തി വെക്കുക. പിതാവിന്റെ ആ പൗരോഹിത്യ അധികാരം നമുക്ക് വേണ്ടി റിലീസ് ചെയ്ത് നിൽക്കുന്ന ഈ സമയത്ത് വലിയ മറക്കൾ ഇപ്പൊ നടക്കട്ടെ കർത്താവേ. കുരിശിൽ ചൊരിഞ്ഞ വിശുദ്ധ രക്തത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ഈ മിനിറ്റിൽ തന്നെ അത് വ്യാപിച്ച് തുടങ്ങട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് ഞങ്ങളുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായവൻ, ക്യാൻസറിന്റെ ലംബുകൾ അവിടുന്ന് അപ്രത്യക്ഷമാവട്ടെ. രക്തത്തിൽ കലർന്ന ക്യാൻസറുകൾ കരിഞ്ഞു പോട്ടെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താല്. ഹല്ലേലൂയ. പിതാവിന്റെ പൗരോഹിത്യ അധികാരം ഇറങ്ങി നിൽക്കുന്ന ഈ സമയത്ത് ശരീരങ്ങൾ സൗഖ്യമാകും. അതിനുവേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കഴുത്തലുകൾ സൗഖ്യമാകുന്നു എന്നുള്ള പ്രബോധനം പറയുന്ന കർത്താവ്, കഴുത്തലുകൾ സൗഖ്യമാവട്ടെ. തോളിലേക്ക് ഇറങ്ങുന്ന മരവിപ്പുകൾ സൗഖ്യമാവട്ടെ. ദഹനേന്ദ്രിയത്തിന്റെ തകരാറുകൾ ഈ സമയത്ത് സൗഖ്യമാവട്ടെ. ഇന്ന ഭക്ഷണമെന്നില്ല, ഭക്ഷണം കഴിച്ചാൽ ഉടനെയുള്ള പ്രയാസം, ടമ്മി അപ്സെറ്റുകൾ സൗഖ്യമാവട്ടെ. യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് തന്നെ വലിയ അത്ഭുതം സംഭവിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സൂം ലൈവിൽ പങ്കെടുക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് UK നിന്ന് ആഭിമുഖ്യത്തില് ഇന്ന് നടത്തുന്ന ഈ സൂം ലൈവില് പിതാവിനോടൊപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ നൽകിയ അവസരത്തിന് നന്ദി പറയുന്നു. ഇത് കഴിഞ്ഞ് ഈ വീഡിയോയിലൂടെ അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ ഈ സമയത്ത് അനുഗ്രഹത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തുവേ, ജീവന്റെ ഉറവിടമേ, ഞങ്ങൾ എല്ലാവരുടെ മേലേക്കും ആ കൃപ വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങള് സകല വിശുദ്ധന്മാരുടെയും കൂട്ടായ്മയെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരു നിമിഷം കരം ഒന്ന് തുറന്നു പിടിച്ചുകൊണ്ട് ഈ സൂം ലൈവിൽ എല്ലാ ശബ്ദം കൂടെ ഉയർന്നാല് ഒരുപക്ഷെ ആ പ്രാർത്ഥന ഒരു അലോസരമായേക്കാം. നമുക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ചില നിമിഷങ്ങൾ മൗനമായി സകല വിശുദ്ധരുടെയും കൂട്ടായ്മ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ചുറ്റിലും നിൽക്കുന്ന ആ സകല വിശുദ്ധരെയും ഒന്ന് കണ്ണ് അടച്ചൊന്ന് ദർശിച്ച്, നിങ്ങൾ ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തിയായിരിക്കാം, ആരും കൂടെ ഇല്ലാത്തൊരു സ്ഥലത്തായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒന്ന് നമ്മളിപ്പോ നിൽക്കുന്ന ഈ ടൈം സോണിൽ നിന്ന് ആ ആത്മമണ്ഡലത്തിലേക്ക് ഒന്ന് പ്രവേശിച്ചാൽ നിങ്ങൾക്ക് കാണാം അപ് ക്ലാപ്സ് അന്ന് നമ്മുടെ ചുറ്റിലും നിൽക്കുന്ന ഒരു വലിയ ക്ലൗഡ് ഓഫ് വിറ്റ്നസസ് നമ്മുടെ ചുറ്റിലും നിൽക്കുകയാണ്. ഈ ലോകത്തിന്റെ ഓളി ഒന്ന് കുറച്ച് ശബ്ദത്തിന്റെ ഓളി, ഈ ശബ്ദമണ്ഡലത്തിന്റെ ആ മാസ്മരികതയുടെ ആ ഒരു പ്രാപഞ്ചിക ലോകത്തിന്റെ ആ ഓളി ഒന്ന് കുറച്ചിട്ട് ഒന്ന് ട്യൂൺ ചെയ്താൽ, ആ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒന്ന് ട്യൂൺ ചെയ്താൽ ഈസിലി യു ക്യാൻ ഹിയർ ആൻഡ് ട്യൂൺ അപ്പ് വിത്ത് ദി കമ്മ്യൂണിയൻ ഓഫ് ദ സെയിൻസ്. എനിക്കിതിനെക്കുറിച്ച് ഒരറിവില്ലായിരുന്നു. ഞാൻ ഇതിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഞാനും എൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറും ജോസഫ് ചാനും കൂടെ ഞങ്ങള് ചങ്ങനാശ്ശേരിയുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മുറിയിലേക്ക് വിശുദ്ധരുടെ സംസർഗം ഇറങ്ങി വന്നു.
വിശുദ്ധരുടെ സംസർഗം ഇറങ്ങി വന്നു. ഞങ്ങൾ ഇന്ന് വരെ അത് നിങ്ങൾക്കറിയാം, വർഷങ്ങളായിട്ട് ഞാനൊരു പെന്തക്കോസ്തിലെ പാസ്റ്റർ ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചവർ മൗനതയിലാണ്, ആ ഒരു ചിന്തയിലായി ഞാൻ ഉണ്ടായിരുന്നത്. ഒരിക്കലും വിശ്വസിച്ചിട്ടില്ലാത്ത കാര്യം ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഇറങ്ങി വന്നു. ഞങ്ങൾ ഇരുന്ന കസേരയിൽ നിന്ന് അറിയാതെ താഴെ വന്നു. ആ മണിക്കൂറുകളിൽ ഞങ്ങളുടെ മുറിയിൽ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടായി, ഒരു സുഗന്ധം ഉണ്ടായി. ആ ഉണ്ടായ സുഗന്ധത്തിൽ നിന്ന് ഞങ്ങളുടെ ഉള്ളിലേക്ക് ഒരു വലിയ ധൈര്യം കിട്ടി. ഈ സകല വിശുദ്ധരുടെയും കൂട്ടായ്മയുടെ ആ ഒരു ഘട്ടത്തിലേക്ക് വന്നു നിൽക്കുന്ന ഈ വേളയില് ജസ്റ്റ് റിലേ, ഇതിലേക്ക് ഒന്ന് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത്, അതിലേക്ക് ഒന്ന് ട്യൂൺഡ് ആയിക്കൊണ്ട്, ഒന്ന് ആത്മമണ്ഡലത്തിന്റെ ശബ്ദം ഒന്ന് ഉയർത്തിക്കൊണ്ട് വളരെ ശാന്തമായിട്ട് സകല വിശുദ്ധരുടെയും കൂട്ടായ്മ നമുക്കൊന്ന് സ്വീകരിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ കൂട്ടായ്മ സ്വീകരിക്കുന്നു. പൗലോസ് ലൈഹിക വിശുദ്ധരുടെ കൂട്ടായ്മയെ സ്വീകരിക്കുന്നു. സഭാപിതാക്കന്മാരുടെ കൂട്ടായ്മയെ സ്വീകരിക്കുന്നു. രക്തസാക്ഷികളുടെ കൂട്ടായ്മയെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഒരു വലിയ പ്രസൻസ്, ഒരു thick presence is spreading and moving all around us. Thank you Lord Jesus. പല രോഗങ്ങളും സൗഖ്യമാവുക, ഒന്നും രണ്ട് രോഗങ്ങളല്ല. ഭയങ്കര ധൈര്യം ആരുടെയൊക്കെ ഉള്ളിലേക്ക് വരുന്നു. ഇന്ന് കടന്നു പോകുന്ന പ്രസന്റ് കുടുംബ വഴക്കുകളിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ആരോടും അത് എടുത്തു പറയാൻ പറയുന്ന ആ ഫാമിലി പ്രോബ്ലത്തിന്റെ നടുവിൽ, within this family problem you will survive and you will be a conqueror. You will never be a loser. This is what the Holy Spirit says. All the circumstances is murmuring in your ears by saying you will be a loser, but Holy Spirit is telling you and confirming you. Holy Spirit is uttering in your ear, hear it right now, that you will be a success because you are holding the victory of Jesus. You are in the victory of Jesus. You are in the victory of the finished work of Jesus. Receive it in Jesus' mighty name. യേശുവിന്റെ പുണ്യനാമത്തില്. ഹല്ലേലൂയ. അവര് ഓരോ മക്കൾ ഇരിക്കുന്ന മുറിയിലേക്ക് വിശുദ്ധരുടെ കൂട്ടായ്മയുടെ ശക്തി, വിശുദ്ധ കൊച്ചിത്രേസ്യയുമായിട്ടുള്ള കൂട്ടായ്മ, വിശുദ്ധ അൽഫോൻസയുമായിട്ടുള്ള കൂട്ടായ്മ, മദർ തെരേസയുമായിട്ടുള്ള കൂട്ടായ്മ, അനേക വിശുദ്ധർ, ഫ്രാൻസിസ് അസീസിയുമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് ഈ സമയത്ത് തന്നെ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ അക്കൗണ്ടിലുള്ളത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കൈമാറുകയാണ്. എനിക്ക് അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടായിരുന്നു. യോബിന്റെ പുസ്തകത്തിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. യോബിന്റെ സ്നേഹിതന്മാര് ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോയപ്പം ദൈവം പറഞ്ഞു, നിങ്ങളുടെ ബലി ഞാൻ സ്വീകരിക്കത്തില്ല. തേമാന്യനോട് എലിഫസിനോടും ദൈവം പറഞ്ഞു, ഐ വോണ്ട് അക്സെപ്റ്റ് യുവർ സാക്രിഫൈസ്. ഞാൻ നിങ്ങളുടെ ബലി സ്വീകരിക്കത്തില്ല. എന്റെ അഭിഷിക്തനായ ജോബ് എനിക്ക് ബലിയർപ്പിക്കട്ടെ. കണ്ടോ, അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി പരിഗണിക്കപ്പെട്ടത് വിശുദ്ധനായ ജോബിന്റെ നന്മയാണ്. എലീഫസിന് വേണ്ടി പരിഗണിക്കപ്പെട്ടത് വിശുദ്ധനായ ജോബിന്റെ നന്മയാണ്. സെയിം വേ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ സകല വിശുദ്ധരുടെയും നന്മ നമ്മൾക്ക് വേണ്ടി പരിഗണിക്കപ്പെടുക. ദൈവം പറയാ, നിങ്ങൾ ചെയ്യണ്ട, നിങ്ങളുടെ കരം അശുദ്ധമാണ്, നിങ്ങൾ ചെയ്യണ്ട. എന്റെ ദാസനായ യോബ് ചെയ്താൽ മതി. യോബ് ചെയ്യുമ്പോൾ എങ്ങനെയാ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നത്? യെസ്, ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. അതാണ് ആ ക്രിസ്തീയ ജീവിതം. അവിടെയാണ് വി ആർ റിസീവിങ് ഫ്രം their account through the fellowship. ഒന്നുകൂടെ ഞാൻ പറയാം, നമുക്കിന്ന് അവരുടെ അക്കൗണ്ടിലുള്ളത്, ആ ഭാഷ ഇപ്പൊ പറയാൻ കൊള്ളുമെന്നറിയില്ല, സൗജന്യമായിട്ട്, നാടൻവാക്കി പറഞ്ഞാൽ ചുളുവിന് നമുക്ക് കിട്ടുകയാണ്. എങ്ങനെ? ത്രൂ ദ ഫെലോഷിപ്പ്. അതാണ് ആ ബ്ലെസ്സിങ്, അതുകൊണ്ടാണ് സഭ വിശുദ്ധരുടെ ആ ഫീസിനെ ഇത്ര പ്രാധാന്യത്തോടെ കാണുന്നത്. സെന്റ് സേവിയറിന്റെ ഫീസിനെ, സെയിന്റ് അഗസ്റ്റിന്റെ ഫീസിനെ ഇത്രയും പ്രാധാന്യത്തോടെ കാണുന്നത്. ത്രൂ സെലിബ്രേറ്റിംഗ് their feast we are obtaining, അതാണ് നമ്മൾക്ക് കിട്ടുകയാണ്. their blessingsലോട്ട് നമ്മൾ വിശ്വാസത്താൽ പ്രവേശിക്കുകയാണ്. ദാറ്റ്സ് ദ ഗ്ലോറിയസ് ബിലീഫ് ഓഫ് ദി ചർച്ച്. അതാണ് സഭയുടെ ഈ വിഷയത്തിലുള്ള ആ വിലയേറിയ വിശ്വാസം. എനിക്കിത് അറിയത്തില്ലായിരുന്നു. ഐ വാസ് എ സ്ട്രേഞ്ചർ ടു ദിസ്. The moment I came to know, I always, ഞാനിപ്പോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാൽ ഒട്ടനെ
I receive the communion of the saints. ഞാനത് ഇൻവൈറ്റ് ചെയ്യും. I can literally see പൗലോസ് ലീഗ എഴുതിയ ലെറ്റർ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പൗലോസ് ലീഗ എന്നോടൊപ്പം നിൽക്കുന്നത് ഐ ക്യാൻ ഫീൽ ഇറ്റ്. പത്രോസ് ലീഗ എഴുതിയ ലെറ്റർ ലേഖനം വ്യാഖ്യാനിക്കാൻ, ഇന്റർപ്രറ്റ് ചെയ്യാൻ ഐ ഡോണ്ട് നോ, എനിക്ക് അതിനുള്ള ട്രെയിനിങ് ഇല്ല. പക്ഷെ അതിന് വേണ്ടി സാക്ഷാൽ പത്രോസ് ലീഗ വരുന്നെങ്കിലോ, the writer himself is appearing beside us and helping us to interpret. This is what really I meant. ഇതാണ് ഞാൻ ശരിക്കും ഉദ്ദേശിച്ചതെന്ന് റൈറ്റർ നമ്മുടെ അടുത്ത് വന്ന് പറയുന്നു. ദാറ്റ് ഈസ് ദ ഗ്ലോറിയസ് ബിലീഫ്. അവിടെയാണ് ആ വിശ്വാസത്തിന്റെ ധൈര്യം കടന്നു വരുന്നതും. ഞാന് നമ്മുടെ ബൈജു ഔസേപ്പുട്ടി ബ്രദർ വഴിയാണ് സാമ്പിക പിതാവും ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്യുന്നു എന്ന് അറിഞ്ഞത് എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഇതൊരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് ലൈവിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരു പിതാവിന് ഇത്രയും സമയം കിട്ടി നമുക്ക്, അത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ്. പിതാവെ ആശീർവാദം തരണം. സഭയുടെ മറ്റൊരു പേരാണ് കമ്മ്യൂണിയൻ ഓഫ് സെയിന്റ്സ് എന്നുള്ളത്. സഭയുടെ പാരമ്പര്യത്തിലേ കമ്മ്യൂണിയൻ ഓഫ് സെയിന്റ്സ് എന്നുള്ളത് സഭയുടെ മറ്റൊരു പേരാണ്. അതുപോലെ തന്നെ എന്താണ്, പരിശുദ്ധാത്മാവിന്റെ ഒരു പേരാണ്. അവൻ തന്നെ കമ്മ്യൂണിയനാണ്. ഇപ്സെ അർമോണിയ എസ്ത്, അവൻ തന്നെ കമ്മ്യൂണിയനാണ്. പരിശുദ്ധാത്മാവ് തന്നെ കമ്മ്യൂണിയനാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇപ്സെ അർമോണിയ എസ്ത്, ലാറ്റിന ഇപ്സെ അർമോണിയ എസ്ത്, അവൻ തന്നെ കമ്മ്യൂണിയനാണ്. പരിശുദ്ധാത്മാവ് തന്നെ കമ്മ്യൂണിയനാണ്. സഭ കമ്മ്യൂണിയൻ ഓഫ് സെയിൻസ് ആണ്. അടുത്ത കാലത്ത് ഞങ്ങൾക്ക് ഇവിടെ അരുൺ കലമറ്റം എന്ന് പറയുന്ന ഒരു അച്ഛൻ, പാലക്കാട് രൂപതയിലെ വളരെ ഒരുപക്ഷെ കേരളത്തിൽ ഇന്ന് ഈ കത്തോലിക്ക ദൈവശാസ്ത്രം ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു അച്ഛനാണ്. റാറ്റ്സിംഗറെ കുറിച്ചാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം അരുൺ കലമറ്റം അവിടെ പാലക്കാട് രൂപതയിലാണ്. ഞാൻ കേട്ടിട്ടില്ല പിതാവേ, ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു നമ്മുടെ ദൈവം ഒരു കൂട്ടായ്മ ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഒരു കൂട്ടായ്മ ദൈവമാണ്. ആ കൂട്ടായ്മയിൽ നമ്മളെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുവാണ്. നമ്മൾ എല്ലാവരും കൂട്ടിച്ചേർക്കപ്പെടുവാണ്. നമ്മൾ മനുഷ്യരെല്ലാവരും മനുഷ്യാവതാരത്തിൽ എല്ലാ മനുഷ്യരും ഉണ്ട്. മനുഷ്യാവതാരത്തിൽ എല്ലാവരും വചനത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ് എല്ലാവരും. ട്രിനിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു കമ്മ്യൂണിയൻ ആണല്ലോ അല്ലേ? യെസ് യെസ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ കമ്മ്യൂണിറ്റേറിയൻ ഗോഡ് എന്ന് പറയും. അവർ ഗോഡ് ഈസ് എ കമ്മ്യൂണിറ്റേറിയൻ ഗോഡ്. അപ്പോൾ ആ കമ്മ്യൂണിയൻ, അതുപോലെ തിരുക്കുടുംബം എല്ലാം എന്താണ്, ആ കൂട്ടായ്മയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. എന്നെ ഈ ദിവസങ്ങളെല്ലാം ഏറ്റവും അധികം സ്പർശിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ മലയാളത്തിൽ വരുമ്പോൾ ഓരോ മർത്തിനും രക്ഷ കാണുമെന്നുള്ളതാണ്. ഈച്ച് മോർട്ടൽ വിൽ സീ ദ സൽവേഷൻ. അപ്പോൾ അതേസമയത്ത് ഇറ്റാലിയനിൽ അത് വരുമ്പോഴത്തേക്കും ഓഞ്ഞി കാർണെ വെദറാല സൽവേഷൻ, ഓരോ മാംസവും രക്ഷ കാണുമെന്നാണ്. അതായത് ആ രക്ഷ നമ്മൾ പറഞ്ഞല്ലോ, യാവേ ഈസ് സൽവേഷൻ എന്ന് പറഞ്ഞല്ലോ, രക്ഷ കർത്താവ് തന്നെയാണല്ലോ. അപ്പോൾ ഓരോ മാംസവും, രക്ഷ എന്ന് പറയുമ്പോൾ കർത്താവ് ആത്മാവാണല്ലോ. അപ്പോൾ ഓരോ മാംസവും ഓരോ മർത്തിനും ഈച്ച് മോർട്ടൽ വിൽ സീ സൽവേഷൻ. യാവയാണ് സൽവേഷൻ. അതാണ് ഈശോ. അപ്പോഴ് ഓരോ മർത്തിനും ആ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ് പറഞ്ഞതുപോലെ ജോബിന്റെ ആ നന്മയിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞതുപോലെ ഈശോയിലും ഈശോയുടെ ശരീരമായ സഭയിലുള്ള എല്ലാവരുടെയും നന്മയിലൂടെയാണ് എല്ലാവരുടെയും പാപങ്ങൾ പരിഹരിക്കപ്പെടുവാണല്ലോ. ഇപ്പൊ നമ്മൾ ഫാത്തിമായിലെ പ്രാർത്ഥനയാണ്, ഓൻ ഈശോയുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങോട്ട് ആവശ്യമുള്ള ശ്രദ്ധയിലേക്കാണ്. അപ്പോൾ എല്ലാ അതാണല്ലോ ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാട്. അപ്പൊ അത് ആ കുഞ്ഞാട് കർത്താവ് തന്നെയാണ് കുഞ്ഞാട്. അപ്പൊ യാവേ ഈസ് സൽവേഷൻ, ആ കുഞ്ഞാടെന്ന് പറയുന്നത്, ആ വചനം വളരെ നല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സന്തോഷം മാറ്റിവെച്ചിട്ട് സഹനം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അത് നമ്മളെല്ലാവരും എത്താൻ വേണ്ടിയിട്ടാണ്, മനുഷ്യർക്ക് മുഴുവൻ എത്താൻ വേണ്ടിയിട്ടാണ്. ഓടിയതാണ്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ആ ശരീരത്തിന്റെ ഭാഗമാണ്, ആ ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും.
അതെ അതെ അതെ. പിതാവേ, പ്രത്യേകിച്ച് പ്രാർത്ഥന വേണം. അപ്പോൾ നമുക്ക് സജിത്തിനെ പ്രത്യേകം സമർപ്പിക്കുന്നു, കുടുംബത്തെ സമർപ്പിക്കുന്നു, എല്ലാ സാഹചര്യങ്ങളും സമർപ്പിക്കുന്നു. കർത്താവെ, എല്ലായിടത്തും സമചിത്തത്തെ പാലിക്കാണല്ലോ. 2 തിമോഥെയോസ് 4:5 നീ ആകട്ടെ എല്ലാ കാര്യങ്ങളും സമചിത്തത്തെ പാലിക്കുക, കഷ്ടതകൾ സഹിക്കുക, സുവിശേഷകന്റെ ജോലി ചെയ്യുക, നിന്റെ ശുശ്രൂഷ പൂർത്തിയാക്കുക. സജിത്ത് ബദറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും സംയമനം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളിലും സന്തോഷമായി, എപ്പോഴും സന്തോഷിക്കുവാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാ കാര്യങ്ങളും പ്രാവശ്യം 1 തെസ്സലോനിക്ക 5:16-17 വരുടെ യാഥാർത്ഥ്യമാകട്ടെ. ഇതാണ് ഈശോ മിശിഹായിൽ നിന്നെ കുറിച്ചുള്ള നിങ്ങളെ കുറിച്ച ദൈവഹിതം. എപ്പോഴും സന്തോഷിക്കുവാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാ കാര്യങ്ങളും പ്രകാശിപ്പിക്കുവാൻ, എല്ലാ അഭിഷേകവും കർത്താവേ നടപടി 1 യാഥാർത്ഥ്യമാകട്ടെ. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് 1:8 പരിശുദ്ധാത്മാവ് 1 ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നീ സാക്ഷികളായിരിക്കും, നിങ്ങൾ സാക്ഷികളായിരിക്കും. 1 യാഥാർത്ഥ്യമാണ്. ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധ അമ്മയുടെ ചോദ്യം, അത് തന്നെ ഓരോ മനുഷ്യന്റെ ചോദ്യം, എല്ലാറ്റിനും പരിഹാരം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നേറ്റ് വരും, അത്യുന്നത ശക്തി വ്യാപരിക്കും. ഓരോ വാക്കിലും പരിശുദ്ധാത്മാവിന്റെ, അതുപോലെ തന്നെ വചനത്തിന്റെ ഒരു ശക്തി പ്രകടമാകട്ടെ. നമ്മളെല്ലാവരും നീ പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവരെയും സമർപ്പിക്കുന്നു. ആ തിരുസഭയുടെ വലിയ കൂട്ടായ്മയിൽ, പ്രത്യേകിച്ച് ഈശോയുടെ അമ്മ, തിരുസഭയുടെ അമ്മ, നമ്മുടെ ഓരോരുത്തരുടെ അമ്മയായ, മനുഷ്യവർഗത്തിന്റെ അമ്മയായ മറിയത്തിന്റെ, തിരുസഭയുടെ അമ്മയായ മറിയത്തിന്റെ പാപമില്ലാത്ത പാദത്തിനടിയിലേക്ക്, ഹൃദയത്തിലേക്ക്, ഉദരത്തിലേക്ക്, കരങ്ങളിലേക്ക്, യേശുപിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമുക്ക് ആശ്വാസം വിളിച്ചപേക്ഷിക്കാം. എവിടെയെല്ലാം ആവശ്യമാണ് അവിടെയില്ല നമുക്ക് വിളിച്ചപേക്ഷിക്കാം. നമ്മുടെ ആവശ്യം കൃപയും ദാവായുധ സ്നേഹവും സംസർഗവും വിശ്വനാവൃത്തിന്റെ മാറിയുടെയും മധ്യസ്ഥവും സലമലഹയുടെ മിഖായേൽ ഗബ്രിയേൽ റഫാൽ മലഹമയുടെ കവൽ മലഹമയുടെ സാന്നിധ്യ സഹായം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.